Hi, good morning. Good morning, ma'am. Okay, Adira, good morning. Meena, good morning. തുടങ്ങാം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ നമ്മള് ഇന്റേണൽ ഓഡിറ്റ് അല്ലെ, ടൈപ്സ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, 5 ടൈപ്പ്. ഓക്കെ സമില, ഗുഡ് മോർണിംഗ്. അതായത് നമ്മൾ 5 ടൈപ്പ് അല്ലേ പഠിച്ചത്, 5 ടൈപ്പ് ഓഫ് ഇന്റേണൽ ഓഡിറ്റുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മള് തുടങ്ങി വെച്ചത് നമ്മള് ഇന്റേണൽ ഓഡിറ്റിന്റെ ഫേസുകളാണ് അല്ലെ. ഇന്റേണൽ ഓഡിറ്റ് പ്രൊസീജിയർ. ഓക്കെ അതിന് കറക്റ്റ് പ്ലാനിങ് വരെ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ അവിടുന്ന് ഭാഗങ്ങൾ നോക്കാം. അത്രയും ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചത് നോക്കിയോ? മനസ്സിലായോ നിങ്ങൾക്ക്? കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പൊ ഓൺ മ്യൂട്ട് കൊടുക്കാതെ കേട്ടോ. യെസ്, ഇനി നമ്മൾ ഇന്റേണൽ ഓഡിറ്റിന്റെ പ്രൊസീജിയർ അല്ലെങ്കിൽ പ്രോസസ്സിന് പ്രധാനമായിട്ടും 4 ഫേസുകളാണ് ഉള്ളത്. ആ 4 ഫേസും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 4 ഫേസിൽ ഒന്നാമത്തെ പ്ലാനിങ് ആണ്, രണ്ടാമത്തത് ഫീൽഡ് വർക്ക്, മൂന്നാമത്തത് റിപ്പോർട്ടിങ്, നാലാമത്തത് ഫോളോ അപ്പ്. ഇത്രയുമാണ് 4 ഫേസുകൾ അതിനകത്ത് വരുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ പ്ലാനിങ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അല്ലെ. പ്ലാനിങ്ങിന് പറയുന്ന പോയിന്റുകൾ മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഒരു പ്ലാനിങ് പ്രോസസ്സിൽ ഞാൻ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാണ്, എന്നാലാണ് അതിന്റെ കറക്റ്റ് ഫ്ലോ കിട്ടുള്ളൂ. അതായത് പ്ലാനിങ് പ്രോസസ്സിൽ നമ്മൾ ആദ്യം എന്താ ചെയ്തത്? ഡിഫൈൻ ദ സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് അല്ലെ. അതായത് നമ്മൾ ആ ഒരു ഇന്റേണൽ ഓഡിറ്റ് കൊണ്ട് ലക്ഷ്യമിടുന്ന ആ ഒബ്ജക്റ്റീവ്സുകള് അല്ല, ആ സ്കോപ്പ് അല്ലെങ്കിൽ അതിന്റെ ഒരു പരിധിയും അതുപോലെ തന്നെ അതിന്റെ ലക്ഷ്യങ്ങൾ ആദ്യം നമ്മൾ അതിനകത്ത് ഡിഫൈൻ ചെയ്തു. ഫസ്റ്റ് പോയിന്റ് ആയിരുന്നു കേട്ടോ, ഡിഫൈൻ സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. രണ്ടാമത്തതോ നമ്മൾ എന്താ ചെയ്തത്? റിവ്യൂ ഗൈഡൻസ് റിലവന്റ് ടു ഓഡിറ്റ് അല്ലെ. ആ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ ഗൈഡ് ലൈൻസും നമ്മൾ റിവ്യൂ ചെയ്യുന്നു അല്ലെ, അവലോകനം ചെയ്യുന്നു അല്ലെ. ദെൻ മൂന്നാമത്തത് എന്താണ് നമ്മൾ പറഞ്ഞത്? യെസ്, അതായത് റിവ്യൂ ദ റിസൾട്ട് ഫ്രം ദ പ്രീവിയസ് ഓഡിറ്റ്. ദാറ്റ് മീൻസ് റിവ്യൂ ദ റിസൾട്ട് ഓഫ് പാസ്റ്റ് ഓഡിറ്റ്. മുൻപ് നടന്നിട്ടുള്ള ഓഡിറ്റുകളുടെ റിസൾട്ടുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റിവ്യൂ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പ്ലാനിങ്ങിന്റെ ഭാഗമാണ്. ഓടിപ്പോയി നമ്മൾ ഒരു ഇന്റേണൽ ഓഡിറ്റ് നടത്തുകയല്ല, അതിന് മുമ്പ് ചില തയ്യാറെടുപ്പുകൾ നടത്തണം അല്ലെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പാസ്റ്റ് ഓഡിറ്റിന്റെ റിസൾട്ടുകൾ റിവ്യൂ ചെയ്തു. പിന്നെയോ സെറ്റ് എ ടൈം ലൈൻ ആൻഡ് ബഡ്ജറ്റ് ഫോർ ദ ഓഡിറ്റ് അല്ലെ. അതിനുശേഷം നമ്മൾ ഇവിടെ ഓഡിറ്റിംഗ് നടത്താനുള്ള ആ ഒരു ടൈം നമ്മൾ എന്ത് ചെയ്തു? ഷെഡ്യൂൾ ചെയ്തു. അതിനായിട്ടുള്ള ഒരു ബഡ്ജറ്റ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം ഒരു ചെലവേറിയിട്ടുള്ളൊരു പ്രോസസ് ആണ് അല്ലെ. അപ്പൊ അതിനായിട്ടുള്ള എല്ലാ ബഡ്ജറ്റ്, ദാറ്റ് മീൻസ് ഫിനാൻഷ്യൽ റിസോഴ്സുകൾ എല്ലാം തന്നെ അലോക്കേറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, അഞ്ചാമത് നമ്മൾ എന്താ ചെയ്തത്? ക്രിയേറ്റ് ആൻ ഓഡിറ്റ് പ്ലാൻ അല്ലെ. ഓഡിറ്റ് പ്ലാൻ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഓഡിറ്റ് പ്ലാൻ നമ്മൾ തയ്യാറാക്കി. അതിനുശേഷം എന്താണ് ആറാമത്തെ? ഐഡന്റിഫൈ ദ പ്രോസസ് ഓണേഴ്സ് ടു ഇൻവോൾവ് അല്ലെ. വിച്ച് ടൈപ്പ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ് ടു ബി കണ്ടക്ടഡ്. ഏത് ടൈപ്പ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്? കാര്യം നമ്മൾ പല ടൈപ്പുകളെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ഏത് ടൈപ്പ് ഇന്റേണൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യണം, ആരൊക്കെ ആയിരിക്കണം, ഹൂ ടു ഇൻവോൾവ് ഇൻ ദാറ്റ് ഓഡിറ്റ് അല്ലെ. അതായത് ഇന്റേണൽ ഓഡിറ്റേഴ്സ് ആരൊക്കെയാണ്, അത് നമ്മൾ ചെയ്തു. ദെൻ ഏഴാമതായിട്ട് നമ്മൾ ചെയ്തത് ഷെഡ്യൂൾ ആൻഡ് ഇനീഷ്യേറ്റ് മീറ്റിംഗ് ടു കമൻസ് ദ ഓഡിറ്റ് അല്ലെ. നമ്മുടെ ഇവിടെ ഇന്റേണൽ ഓഡിറ്റ് കമൻസ് ചെയ്യുന്നതിനായിട്ട് ആരംഭിക്കുന്നതിനായിട്ടുള്ള ഒരു മീറ്റിംഗ് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്തു. ഇത്രയും അടങ്ങുന്നതാണ് എന്ത്? പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പൊ പ്ലാനിങ്ങിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ഫേസ് അവിടെ കഴിഞ്ഞു. ഓക്കെ, ദെൻ രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് ഫീൽഡ് വർക്കാണ് അല്ലെ. ഫീൽഡ് വർക്ക് എന്ന് പറയുന്നത് എന്താണ്? പ്ലാനൊക്കെ നമ്മൾ തയ്യാറാക്കി, ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി, എന്ത് ചെയ്താൽ മതി? അതൊന്ന് നടപ്പിലാക്കിയാൽ മതി അല്ലെ. അതൊന്ന് എക്സിക്യൂട്ട് ചെയ്താൽ മതി. ചുരുക്കി പറഞ്ഞ എന്ത് നടത്തുന്ന ഫേസ് ആണ്? നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്ന ആ ഒരു ഫേസ് ആണിത് ഫീൽഡ് വർക്ക്. നമ്മൾ ആ ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യാണ്. ദാറ്റ് മീൻസ് ഇന്റേണൽ ഓഡിറ്റിംഗ് നമ്മൾ അവിടെ കണ്ടക്ട് ചെയ്യാണ്. ആ ഒരു ഫേസ് ആണ് ഫീൽഡ് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വായിക്കാം. ഫീൽഡ് വർക്ക് ഈസ് ദ ആക്ച്വൽ ആക്ട് ഓഫ് ഓഡിറ്റിംഗ്. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ആക്ച്വൽ ഓഡിറ്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ അത് ഏത് ഫേസ് ആണ്? ഫീൽഡ് വർക്കാണ്. കാര്യം ആ ഫേസിലാണ് നമ്മൾ എന്ത് നടത്തുന്നത്? ഓഡിറ്റ് നമ്മൾ നടത്തുന്നത്.
So it is the actual act of auditing. ചിലപ്പോൾ ചോദിക്കാം കേട്ടോ, ഡാഷ് ഈസ് ദ ആക്ച്വൽ ആക്ട് ഓഫ് ഓഡിറ്റിംഗ്. ഓപ്ഷൻ അടുത്ത പ്ലാനിൽ ഉണ്ടായിരിക്കും ഫീൽഡ് വർക്ക്, റിപ്പോർട്ടിംഗ്, ഫോളോ അപ്പ്. ഏതാണ് ഉത്തരം വരിക? ഫീൽഡ് വർക്കാണ്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ത്രൂ ഔട്ട് ദിസ് ഫേസ് the audit team will execute the audit plan. അല്ലെ, നമ്മള് പ്ലാനിങ്ങിന്റെ സ്പേസിൽ നമ്മൾ ഓഡിറ്റ് പ്ലാൻ ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ഫേസിലുടനീളം ഓഡിറ്റ് ടീം എന്ത് ചെയ്യാണ്? അവരുടെ ഓഡിറ്റ് പ്ലാൻ അവർ എക്സിക്യൂട്ട് ചെയ്യാണ്, അല്ലെ, നടപ്പിലാക്കുകയാണ്. ചുരുക്കി പറഞ്ഞ ഓഡിറ്റിംഗ് അവിടെ നടത്തുകയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് നോക്കിയേ. ദിസ് യൂഷ്വലി ഇൻക്ലൂഡ്സ് interviewing key personnel to confirm an understanding of the process and the controls. അപ്പോ അതിന്റെ ഭാഗമായിട്ട് അവർ ആദ്യം എന്ത് ചെയ്യും? ഒരു ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ അവർ എന്ത് ചെയ്യുന്നു? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി, കീ പേഴ്സണൽ ഓഫ് ദാറ്റ് കമ്പനി, അല്ലെ, ആ ഒരു കമ്പനി ആയിക്കോട്ടെ, ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, അല്ലെ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി. ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പ് മാനേജ്മെന്റിലൊക്കെ ഇരിക്കുന്ന വ്യക്തികളായിരിക്കും, ഗവേണിംഗ് ബോഡീസിലൊക്കെ ഇരിക്കുന്ന വ്യക്തികളായിരിക്കും, ഇപ്പൊ സിഇഒ പോലെയുള്ള ആളുകളൊക്കെ ആയിരിക്കും. ഓക്കെ, അവരാണല്ലോ ആ ഒരു കമ്പനീനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവർക്കാണ് അവിടുത്തെ കമ്പനിയെ പറ്റി കൂടുതൽ അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമായിട്ട് ആ ഒരു ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അവർ എന്ത് ചെയ്യാണ്? ഇന്റർവ്യൂ ചെയ്യാണ്. ഇന്റർവ്യൂവിലൂടെ അവർ എന്ത് ചെയ്യാണ്? കൺഫേം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പ്രോസസ് ആൻഡ് കൺട്രോൾസ് ഓഫ് ദാറ്റ് ഓർഗനൈസേഷൻ. അതായത് ആ ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന പ്രവർത്തനങ്ങള് അല്ലെങ്കിൽ അവിടുത്തെ പോളിസികള്, പ്രൊസീജിയറുകളെ പറ്റി അവർ നേരിട്ട് എന്ത് ചെയ്യാണ്? ഈ പറയുന്ന ഇന്റർവ്യൂവിലൂടെ അവര് മനസ്സിലാക്കും, അല്ലെ. ആദ്യം എങ്ങനെയാണ് ചെയ്യേണ്ടത്, അവിടെ എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി ഒരു ധാരണ അവർക്ക് ഉണ്ടാക്കിയെടുക്കും. അതിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയോട് സംസാരിച്ച് ഇന്റർവ്യൂ നടത്തിയിട്ട് ആ ഒരു ഓർഗനൈസേഷന്റെ പ്രോസസ്സുകള്, കൺട്രോൾസുകള്, പോളിസികള്, പ്രൊസീജിയറുകളെ പറ്റിയിട്ട് അവര് നേരിട്ട് എന്ത് ചെയ്യാണ്? മനസ്സിലാക്കാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടോ അടുത്തത് എന്താണ് നോക്കിയേ? റിവ്യൂവിംഗ് ദ റിലവന്റ് ഡോക്യുമെന്റ്സ് ആൻഡ് ആർട്ടിഫാക്ട്സ്, അല്ലെ. ആർട്ടിഫാക്ട് എന്ന് വെച്ചാൽ തെളിവുകളാണ് കേട്ടോ. അങ്ങനെ അവരുമായിട്ട് സംസാരിച്ച് കുറെ വിവരങ്ങൾ അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൂടാതെ റിവ്യൂവിംഗ് ദ റിലവന്റ് ഡോക്യുമെന്റ്സ് ആൻഡ് ആർട്ടിഫാക്ട്സ്, അല്ലെ, റിവ്യൂവിംഗ് ദ relevant documents and records related to that organization, അല്ലെ. ആ ഒരു ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട റിലവന്റ് ആയിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സുകളും, റെക്കോർഡുകളും, രേഖകളും, ആർട്ടിഫാക്ട് എന്നൊക്കെ പറഞ്ഞ തെളിവുകള്, രേഖകൾ എന്നൊക്കെയുള്ള അർത്ഥമാണ്. അതൊക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? റിവ്യൂ ചെയ്യുന്നുണ്ട്, അല്ലെ, അവലോകനം ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം എന്താണ് ചെയ്യുന്നത് നോക്കാം. ഫോർ എക്സാമ്പിൾ, എക്സിക്യൂഷൻ ഓഫ് ദ കൺട്രോൾസ്, ടെസ്റ്റിംഗ് ദ കൺട്രോൾസ് ഫോർ എ സാമ്പിൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഡോക്യുമെന്റ്സുകളെ, റെക്കോർഡൊക്കെ അവര് റിവ്യൂ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെ റെക്കോർഡുകളാണ്? എന്തുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് ആണ്? നോക്കിയേ, എക്സിക്യൂഷൻ ഓഫ് ദ കൺട്രോൾസ്, ആ ഓർഗനൈസേഷനിൽ അവർ എങ്ങനെയാണ് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടെസ്റ്റിംഗ് ദ കൺട്രോൾസ് ഫോർ എ സാമ്പിൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം, അല്ലെ. അതായത് ഒരു നിശ്ചിത ടൈം ഓഫ് പീരീഡില് അവരെങ്ങനെയാണ് അത്തരം കൺട്രോളുകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്, വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ അവര് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? റിവ്യൂ ചെയ്യുന്നുണ്ട്. അതിനുശേഷം എന്താണ്? ഡോക്യുമെന്റേഷൻ ആണ്, അല്ലെ. അവർ കണ്ടെത്തിയ കാര്യങ്ങൾ അവർക്ക് എന്ത് ചെയ്യണം? ഡോക്യുമെന്റ് ചെയ്യണം, അല്ലെ. ഈ പറയുന്ന ഓഡിറ്റ് ടീമിന് ഡോക്യുമെന്റ് ചെയ്ത് വെക്കണം, രേഖപ്പെടുത്തി വെക്കണം, അല്ലെ. അതാണ് അടുത്ത സ്റ്റെപ്പ് കേട്ടോ. ഡോക്യുമെന്റിങ് വർക്ക് പെർഫോംഡ്, അല്ലെ. അതിനുശേഷം എന്താണ്? ഡോക്യുമെന്റേഷൻ ആണ്. ഈ പറയുന്ന ഈ ഇന്റേണൽ ടീം, അല്ലെ, ഇന്റേണൽ ഓഡിറ്റ് ടീം അവര് കണ്ടെത്തിയിട്ട് അവര് പെർഫോം ചെയ്ത വർക്ക്, എന്തൊക്കെ നടപടിക്രമങ്ങൾ അവർ ചെയ്തിരുന്നു, എന്തൊക്കെ കണ്ടെത്തലുകളാണ് അവരതിലൂടെ, എന്തൊക്കെ ഫൈൻഡിങ്സുകളാണ് അവർ നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ പോരായ്മകളാണ് അവരവിടെ കണ്ടെത്തിയത്, അല്ലെ, എന്തൊക്കെ പോരായ്മകൾ അവരുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ എന്ത് ചെയ്ത് വെക്കുന്നു? ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, രേഖപ്പെടുത്തി വെക്കുന്നു. എന്നിട്ടോ ആൻഡ് ഐഡന്റിഫൈങ് എക്സെപ്ഷൻസ് ആൻഡ് റെക്കമെൻഡേഷൻ. അതിനുശേഷം ഈ പോരായ്മകള്, അല്ലെ, എക്സെപ്ഷൻ മീൻസ് അവിടെ ഉദ്ദേശിക്കുന്ന ഗ്യാപ്പുകള്, ആ പോരായ്മകളെല്ലാം തന്നെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അത് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ചില റെക്കമെൻഡേഷൻസുകള് അവരെന്ത് ചെയ്യാണ്? മുന്നോട്ട് വെക്കുകയാണ്. ഓക്കെ, ഇത്രയുമാണ് ഏതിനകത്ത് നടക്കുന്നത്? ഫീൽഡ് വർക്കിനകത്ത് നടക്കുന്നത്.
മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ഫീൽഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ് ഇസ് എൻ ആക്ച്വൽ ഓഡിറ്റ് പ്രോസസ് ആണ്. അവിടെ എന്ത് ചെയ്യാണ്, നമ്മൾ ആ ഓഡിറ്റിംഗ് നമ്മൾ കണ്ടക്ട് ചെയ്യാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഓഡിറ്റിംഗ് ഫീൽഡ് വർക്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ പ്ലാനിങ്ങിൽ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് അല്ലെ. ആ ആക്ഷൻ പ്ലാൻ നമ്മൾ ഈ ഒരു ഫേസ് വരുമ്പോ എക്സിക്യൂട്ട് ചെയ്യാണ്, നടപ്പിലാക്കാണ്. അതിന്റെ ഭാഗമായിട്ട് ആ ഒരു ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കീ പേഴ്സണലിനെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ നമ്മൾ ഇന്റർവ്യൂ ചെയ്ത് ആ ഒരു ഓർഗനൈസേഷന്റെ പ്രൊസീജിയറുകളും കാര്യങ്ങളൊക്കെ നമ്മൾ നേരിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കുന്നു. അതുകൂടാതെ അവിടുത്തെ ഡോക്യുമെന്റുകളും റെക്കോർഡുകളും ഒക്കെ നമ്മൾ റിവ്യൂ ചെയ്യുന്നു അല്ലെ, റിവ്യൂ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെയാണ് അവിടെ കാര്യങ്ങൾ വളരെ എഫിഷ്യന്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്നൊക്കെ നമ്മൾ റിവ്യൂ ചെയ്യുന്നു. ഇതെല്ലാം എന്ന് വെച്ചാൽ അതൊക്കെ ഇന്റേണൽ ഓഡിറ്റിംഗ് ആണ് അവിടെ നടത്തുന്നത് അല്ലെ. അതിനുശേഷം എന്ത് ചെയ്യും, ഈ ഇന്റേണൽ ഓഡിറ്റ് ടീം അവർ ചെയ്ത വർക്ക്, അവർ പെർഫോം ചെയ്ത ആ ഒരു വർക്ക് അവർ ഡോക്യുമെന്റ് ചെയ്ത് വെക്കാണ്, രേഖപ്പെടുത്തി വെക്കാണ്. എന്ന് വെച്ചാല് അവര് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്തൊക്കെ നടപടിക്രമങ്ങളാണ് അവർ ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ ഫൈൻഡിങ്സുകളാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്, അതിലൂടെ അവിടെ ആ ഒരു ഓർഗനൈസേഷൻ ഫേസ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ഇഷ്യൂസുകൾ എന്തൊക്കെയാണ്, അതൊക്കെ അവർക്ക് ആ ഓഡിറ്റിങ്ങിലൂടെ കിട്ടും. അതെല്ലാം അവർ എന്ത് ചെയ്യുന്നു, ഡോക്യുമെന്റ് ചെയ്ത് വെക്കും. അതിനുശേഷം ഐഡന്റിഫൈങ് എക്സെപ്ഷൻസ് ആൻഡ് റെക്കമെൻഡേഷൻ അല്ലെ, ആ ഒരു പോരായ്മകളെ തിരിച്ചറിഞ്ഞിട്ട് അത് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള റെക്കമെൻഡേഷൻസ് അവരെന്തെയാണ് മുന്നോട്ട് വെക്കുന്നു. ദാറ്റ് ഈസ് ആ ഒരു ഫേസ് ആണ് ഫീൽഡ് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ ആണോ, ക്ലിയർ ആണോ? ഫീൽഡ് വർക്ക് സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് വരുന്നതാണ് റിപ്പോർട്ടിംഗ് കേട്ടോ. അടുത്ത എന്താണ്, റിപ്പോർട്ടിംഗ് ആണ്. ഓക്കെ, നമ്മൾ അവിടെ കുറച്ച് റെക്കമെൻഡേഷൻസ് മുന്നോട്ട് വെച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അല്ലെ. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ആ റെക്കമെൻഡേഷൻ ഒരു ഫോർമൽ റിപ്പോർട്ട് ആയിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യണം അല്ലെ. വെറുതെ നമ്മൾ കുറച്ച് റെക്കമെൻഡേഷൻ നമ്മൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വെച്ചുകൊണ്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഫോർമൽ ആയിട്ട് തന്നെ അതൊരു റിപ്പോർട്ട്, ഒരു ഫോർമൽ റിപ്പോർട്ട് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, സബ്മിറ്റ് ചെയ്യുന്നത്. അതാണ് റിപ്പോർട്ടിംഗ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വായിക്കാം. As you might guess, the internal audit will draft the audit report during the reporting phase. ഈ ഒരു ഫേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളെല്ലാം ഇന്റേണൽ ഓഡിറ്റ് ടീം എന്താണ് ചെയ്യുന്നത്, ഡ്രാഫ്റ്റ് ദ ഓഡിറ്റ് റിപ്പോർട്ട് അല്ലെ. ഓഡിറ്റ് റിപ്പോർട്ട് അവര് തയ്യാറാക്കുന്നു അല്ലെ, ഡ്രാഫ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ തയ്യാറാക്കുന്നു. അതിനുശേഷം ഇനി നമ്മളൊരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്താണ് നോക്കിയേ, ദ റിപ്പോർട്ട് ഷുഡ് ബി റിട്ടൺ ക്ലിയർലി ആൻഡ് സക്സിൻറ്റ്ലി to avoid the misinterpretation and to encourage the intended audience to actually read and understand the report. നമ്മളൊരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ, ഒരു റിപ്പോർട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ റിപ്പോർട്ട് വളരെ ക്ലിയർ ആൻഡ് ലെജിബിൾ ആയിരിക്കണം. എന്ന് പറഞ്ഞാല് നമ്മൾ അത് റീഡ് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഓഡിയൻസിന് അത് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡബിൾ ആവുന്ന രീതിയിൽ, ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ, മിസ്ഇന്റർപ്രിട്ടേഷൻ ഒന്നും വരാതെ, കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാതെ വളരെ ക്ലിയർ ആയിട്ട്, വളരെ ലെജിബിൾ ആയിട്ട് വേണം നമ്മൾ ആ ഒരു റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് കേട്ടോ. അതിന്റെ ഓഡിറ്റിന്റെ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. ഓക്കെ, പിന്നെയോ ഫൈൻഡിങ് ഷുഡ് ബി അക്കമ്പനീഡ് ബൈ ദ റെക്കമെൻഡേഷൻസ് that are actionable and lead directly to process the improvements കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞല്ലോ കുറച്ച് റെക്കമെൻഡേഷൻസ് അവർ മുന്നോട്ട് വെച്ചു, ആ റെക്കമെൻഡേഷൻ ആണ് അവര് ഫോർമൽ ആയിട്ട് ഒരു റിപ്പോർട്ട് ആയിട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ മുന്നോട്ട് വെക്കുന്ന റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇംപ്രൂവ്മെന്റിലേക്ക് നയിക്കുന്നതായിരിക്കണം. നമുക്കറിയാം, നമ്മളിപ്പോ ഒരു ഓഡിറ്റോ അല്ലെങ്കിൽ നമ്മളൊരു പ്രോജക്റ്റോ ചെയ്ത് കഴിഞ്ഞാൽ പല പോരായ്മകളൊക്കെ നമുക്ക് അതിൽ നിന്ന് പല കാര്യങ്ങളും നമ്മൾ കണ്ടെത്തും. അത് പരിഹരിക്കാനായിട്ട് നമ്മൾ കുറെ റെക്കമെൻഡേഷൻസ് മുന്നോട്ട് വരും. ഒരുപാട് റെക്കമെൻഡേഷൻസ് പല അഭിപ്രായക്കാര് അല്ലെ, ഇന്റേണൽ ഓഡിറ്റ് ടീം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഓരോരുത്തർക്കും അവരവരുടേതായ പെർസ്പെക്റ്റീവില് അവരുടേതായ കുറെ റെക്കമെൻഡേഷൻസുകൾ അവർ മുന്നോട്ട് വെക്കും. എന്ന് കരുതി നമുക്ക് എല്ലാ റെക്കമെൻഡേഷൻസ് എടുത്ത് നമുക്ക് നടപ്പിലാക്കാൻ പറ്റും? ഒരിക്കലും പറ്റില്ല അല്ലെ. ഏറ്റവും നമ്മളുടെ ഇംപ്രൂവ്മെന്റിലോട്ട് നയിക്കുന്ന തരത്തിലുള്ള റെക്കമെൻഡേഷൻസ് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നടപ്പിലാക്കാനായിട്ട്. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. എപ്പോഴും ഒരു ഇംപ്രൂവ്മെന്റിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള റെക്കമെൻഡേഷൻസുകളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ റിപ്പോർട്ടായിട്ട് നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത്. എല്ലാം ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല അല്ലെ, ഏറ്റവും പ്രയോറിറ്റി കൊടുത്ത് ഉള്ള കാര്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇനി അടുത്ത നോക്കിയേ, ദ പ്രോസസ് ഓഫ് ഇഷ്യൂവിങ് ആൻ ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ട് ഷുഡ് ഇൻക്ലൂഡ്. അപ്പൊ മൊത്തത്തിൽ നമ്മൾ ഈ പറഞ്ഞ ഫേസിലെ കാര്യങ്ങള് അവിടെ തന്നെ ചുരുക്കി പറഞ്ഞിട്ടുണ്ട്, അതൊന്നും അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ദ പ്രോസസ് ഓഫ് ഇഷ്യൂവിങ് ആൻ ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ട് ഷുഡ് ഇൻക്ലൂഡ് ഡ്രാഫ്റ്റിംഗ് ദ റിപ്പോർട്ട്. ആദ്യം എന്താണ് എന്ത് വരുന്നത്, ഡ്രാഫ്റ്റിംഗ് ദ റിപ്പോർട്ട് അല്ലെ. ആ റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കുന്നു. അതിനുശേഷം റിവ്യൂവിംഗ് ദ ഡ്രാഫ്റ്റ് വിത്ത് മാനേജ്മെന്റ് ടു എൻഷുർ ദ ആക്യുറസി ഓഫ് ഫൈൻഡിങ്സ് അല്ലെ.
അതിനുശേഷം നമ്മൾ ഈ ഡ്രാഫ്റ്റിന് മാനേജ്മെന്റുമായിട്ട് അതായത് മാനേജ്മെന്റുമായിട്ട് ഈ ഡ്രാഫ്റ്റിനെ നമ്മൾ റിവ്യൂ ചെയ്യാണ്. അതായത് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള നമ്മുടെ ഫൈൻഡിങ്സുകളുടെ ആക്യുറസി അത് ഉറപ്പുവരുത്തുന്നതിനായിട്ട് ഈ ഡ്രാഫ്റ്റ് നമ്മൾ മാനേജ്മെന്റുമായിട്ട് ചേർന്നിരുന്ന് റിവ്യൂ ചെയ്യാണ്. ഓക്കെ, അതിനുശേഷം ആൻഡ് ഇഷ്യൂവൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ഫൈനൽ റിപ്പോർട്ട്. അതിനുശേഷമാണ് ഒരു അന്തിമ റിപ്പോർട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കിയത് വിതരണം ചെയ്യുന്നത്. ഇത്രയുമാണ് റിപ്പോർട്ടിംഗ് ഫേസിൽ വരുന്നത് കേട്ടോ. അപ്പൊ ഒന്നുമില്ല, റിപ്പോർട്ടിംഗ് ഫേസിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളെ ഒരു ഫോർമൽ റിപ്പോർട്ടായിട്ട് സബ്മിറ്റ് ചെയ്യുന്നു. ആദ്യം നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്ത് ഓഡിറ്റ് റിപ്പോർട്ട് ഡ്രാഫ്റ്റ് ചെയ്യുന്നു. എന്നിട്ടോ വെറുതെ ഡ്രാഫ്റ്റ് ചെയ്താൽ മാത്രം മതിയോ? പോരാ, റിവ്യൂ ദ ഡ്രാഫ്റ്റ് വിത്ത് മാനേജ്മെന്റ് അല്ലെ, ടു എൻഷുവർ ദ ആക്യുറസി ഓഫ് ഫൈൻഡിങ്സ്. ഈ ഇന്റേണൽ ഓഡിറ്റ് ടീം കണ്ടെത്തിയിട്ടുള്ള ഫൈൻഡിങ്സിന്റെ കൃത്യത ഉറപ്പുവരുത്താനായിട്ട് മാനേജ്മെന്റുമായിട്ട് ആ ഡ്രാഫ്റ്റിനെ റിവ്യൂ ചെയ്ത് നോക്കുന്നു. ദെൻ അതിനുശേഷമാണ് ഇഷ്യൂവൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ഫൈനൽ റിപ്പോർട്ട്, അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കി അത് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിതരണം ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? റിപ്പോർട്ടിംഗ് ഫേസ് ഓക്കെ അല്ലേ? ഓക്കെ ആണോ? നെക്സ്റ്റ് വരുന്നതാണ് ഫോളോ അപ്പ് ഫേസ് കേട്ടോ. ഫോളോ അപ്പ് ഫേസ് എന്ന് പറയുന്നത് എന്താണ്? അങ്ങനെ നമ്മൾ ആ റെക്കമെൻഡേഷൻസുകളൊക്കെ നമ്മൾ നടപ്പിലാക്കി അല്ലെ. ഈ നടപ്പിലാക്കിയതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? നമ്മളത് ഫോളോ അപ്പ് ചെയ്ത് പോകണം അല്ലെ. കാര്യം നമ്മളിപ്പോ തുടക്കം ചിലപ്പോ ഒരു എന്താ പറയാ, തുടക്കത്തെ ഒരു ഇൻട്രസ്റ്റില് നമ്മൾ ഈ പറയുന്ന റെക്കമെൻഡേഷൻ ഒക്കെ നടപ്പിലാക്കും. പക്ഷെ പോകെ പോകെ ചിലപ്പോ എന്ത് ചെയ്യും, അത് കുറഞ്ഞു വരും അല്ലെ. അതായത് നമ്മൾ ശരിയായ രീതിയിൽ ചിലപ്പോ അത് നടത്തിയെന്ന് വരില്ല. അപ്പൊ ഇപ്പോഴും എന്ത് നടക്കണം, അവിടെ ഒരു പ്രോപ്പർ ഫോളോ അപ്പ് അവിടെ ഉണ്ടായിരിക്കണം. അതാണ് നാലാമത്തെ ഫേസ് ആയിട്ട് പറയുന്നത് കേട്ടോ. നോക്കുക, the final stage of an audit അല്ലെ, ഇന്റേണൽ ഓഡിറ്റ് എന്ന് വെച്ചാൽ ഫൈനൽ ഫേസ് ഏതാണ്? ഫോളോ അപ്പ് ഫേസ് ആണ് കേട്ടോ. The final stage is an important one that is often overlooked and neglected. പലപ്പോഴും ഈ നാലാമത് പറയുന്ന ഒരു ഫേസ് ഉണ്ടല്ലോ, ഫോളോ അപ്പ് ഫേസ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ്. പക്ഷെ പല സാഹചര്യങ്ങളിൽ അത് നെഗ്ലക്ട് ചെയ്യപ്പെടുന്ന ഒരു ഫേസ് കൂടിയാണ്. എന്ന് വെച്ചാൽ അങ്ങനെ ആ ഒരു ഫേസ് ആരും പരിഗണിക്കാറില്ല. പക്ഷെ അത് ഇമ്പോർട്ടന്റ് ആണ്. അത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാനുള്ള റീസൺസുകൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഫോളോയിങ് അപ്പ് ഇസ് എ ക്രിട്ടിക്കൽ ടു എൻഷുവർ ദാറ്റ് ദ റെക്കമെൻഡേഷൻസ് ഹാവ് ബീൻ ഇംപ്ലിമെന്റഡ് ടു അഡ്രസ് ദ ഫൈൻഡിങ്സ് ഐഡന്റിഫൈഡ്. ഇപ്പൊ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള നമ്മുടെ ഫൈൻഡിങ്സുകൾ, നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഫൈൻഡിങ്സുകളെ അഡ്രസ് ചെയ്യാനായിട്ട്, അതായത് അഭിമുഖീകരിക്കാനായിട്ട് ഈ പറയുന്ന എല്ലാ റെക്കമെൻഡേഷൻസുകളും അവിടെ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ, നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് എന്ത് ആവശ്യമാണ്? ഒരു ഫോളോ അപ്പ് അവിടെ ആവശ്യമാണ്. കുറച്ച് റെക്കമെൻഡേഷൻ മുന്നോട്ട് വെച്ച് നമ്മൾ പോയതുകൊണ്ട് കാര്യമില്ല, അതവിടെ കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഫോളോ അപ്പിലൂടെ ഉറപ്പുവരുത്തണം. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ്. ഓക്കെ, this process should include appropriate follow-up with the process owners needing to implement the recommendations as well as a board oversight of the company's overall status in addressing findings identified by the internal auditor. അത് വേറൊന്നുമല്ല, നമ്മൾ ഈ പറഞ്ഞ അതേ കാര്യങ്ങളാണ് കേട്ടോ. കണ്ടെത്തലുകൾ, നമ്മുടെ ഫൈൻഡിങ്സുകൾ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ റെക്കമെൻഡേഷൻസുകളും അവിടെ നടപ്പിലാക്കണമെന്ന് ഉറപ്പുവരുത്തണം. അത് ഉറപ്പുവരുത്തുന്നത് നമ്മളൊരു അപ്രോപ്രിയേറ്റ് ഫോളോ അപ്പിലൂടെ മാത്രമേ നമുക്കത് നടത്താനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഇനി if an organization fails to follow up on the implementation of recommendations, it is unlikely that the changes will be made. ഇനി നമ്മൾ ഈ ഫോളോ അപ്പ് ഫേസ് അവിടെ ഒഴിവാക്കാണെന്ന് വിചാരിക്കുക, നെഗ്ലക്ട് ചെയ്യാണെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു കാര്യത്തിൽ ഈ ഒരു ഓർഗനൈസേഷൻ ഈ ഫോളോ അപ്പ് ഫേസ് അല്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്യുന്നതിന് പരാജയപ്പെടുകയാണെങ്കിൽ എന്തുണ്ടാകും? അവിടെ പ്രോപ്പർ ആയിട്ട് റെക്കമെൻഡേഷൻസ് നടപ്പിലാവില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന യാതൊരുവിധ നല്ല ചേഞ്ചസും ആ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാവാനും പോകുന്നില്ല. മനസ്സിലായോ? നമ്മളിപ്പോ ഫോളോ അപ്പ് ചെയ്യാതെ പോയി എന്ന് വിചാരിക്കാം, ആ ഒരു ഫേസ് ആ ഒരു ഓർഗനൈസേഷൻ ആ ഒരു ഫേസ് എന്താണ് ഒഴിവാക്കി അല്ലെങ്കിൽ അതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാല് നമ്മൾ എന്ത് റെക്കമെൻഡേഷൻസ് മുന്നോട്ട് വെച്ചോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു ഓർഗനൈസേഷൻ നല്ല ഒരു മാറ്റങ്ങൾ, ഒരു അർത്ഥപൂർണ്ണമായിട്ടുള്ള യാതൊരു മാറ്റങ്ങളും ആ ഒരു ഓർഗനൈസേഷന് ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. ഓക്കെ, അപ്പൊ അത് ഇമ്പോർട്ടന്റ് ഫേസ് ആണ്. ഇത്രയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് നോക്കുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ 4 ഫേസുകൾ വരുന്നത്. പ്ലാനിങ്, പിന്നെ ഫീൽഡ് വർക്ക്, റിപ്പോർട്ടിങ്, ദെൻ ഫോളോ അപ്പ്. 4 ഫേസുകൾ നിങ്ങൾക്ക് ഓക്കെ ആണോ? ഇന്റേണൽ ഓഡിറ്റിന്റെ 4 ഫേസ് ഓക്കെ ആണോ? ഒന്ന് ജസ്റ്റ് ആ 4 ഫേസുകൾ ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കി, കാര്യങ്ങളൊക്കെ കിട്ടിയോ നോക്കി.
ഒന്ന് നോക്കിട്ട് ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കേ, എന്നിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? വായിച്ചതൊക്കെയാ? ഐഡിയ ഒക്കെ കിട്ടിയില്ല? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കോമൺ പിറ്റ്ഫോൾസ്. അത് ഏകദേശം ഒരു ഇന്റേണൽ ഓഡിറ്റ് എന്താണെന്നുള്ളതും അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി അല്ലെ, അതിന്റെ നീഡ് മനസ്സിലായി, അതിലൂടെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന വാല്യൂസ് മനസ്സിലായി, അതിന്റെ ഫേസുകൾ, പ്രൊസീജിയർ, പ്രോസസ് ഒക്കെ നമ്മൾ പഠിച്ചുകൊണ്ടു. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കോമൺ പിറ്റ്ഫോൾസ് ദാറ്റ് ക്യാൻ ഡിറൈവ് ആൻ ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് ഒരു ഇന്റേണൽ ഓഡിറ്റ് റദ്ദാക്കാനായിട്ട് സാധ്യതയുള്ള ചില അപകടങ്ങളെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഒരു ഇന്റേണൽ ഓഡിറ്റ് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസുകളെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, ഒരു ഇന്റേണൽ ഓഡിറ്റ് വളരെ അത്യാവശ്യമാണ്, കാര്യം അതൊരു ചെലവേറിയ ഒരു പ്രോസസ്സാണ്. എങ്കിലും ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു ഓർഗനൈസേഷന്റെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഇന്റേണൽ ഓഡിറ്റ് അവിടെ അത്യാവശ്യമാണ്. അപ്പൊ ഈ ഇന്റേണൽ ഓഡിറ്റ് ഫേസ് ചെയ്യേണ്ടി വരുന്ന ചില വെല്ലുവിളികളെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു ഇന്റേണൽ ഓഡിറ്റ് റദ്ദാക്കാൻ സാധ്യതയുള്ള ചില അപകടങ്ങളെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. പിറ്റ്ഫോൾ എന്ന് പറഞ്ഞ അപകടങ്ങൾ എന്നാണ്, ഡിറൈവ് എന്ന് വെച്ചാൽ റദ്ദാക്കാനുള്ള അർത്ഥമാണ് കേട്ടോ. കോമൺ പിറ്റ്ഫോൾസ് ദാറ്റ് ക്യാൻ ഡിറൈവ് ആൻ ഇന്റേണൽ ഓഡിറ്റ്. ഓക്കെ, അപ്പൊ നോക്കാം. An internal audit can be extremely useful too. എന്തിനൊക്കെ യൂസ്ഫുൾ ആണ്? വെറുതെ വേണമെങ്കിൽ ഒന്ന് അണ്ടർലൈൻ, വെറുതെ അല്ല അണ്ടർലൈൻ ചെയ്ത് വെച്ചോ കേട്ടോ. എന്തിനൊക്കെ യൂസ്ഫുൾ ആണ്? ടു ഹെൽപ്പ് സ്ട്രീംലൈൻ പ്രോസസ് അല്ലെ, ടു ഹെൽപ്പ് സ്ട്രീംലൈൻ പ്രോസസ്. ഒരു ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ചാണ് പറയുന്നത് കേട്ടോ. ഹോസ്പിറ്റലിൽ മാത്രമല്ല, നമ്മൾ പൊതുവെ എല്ലാ ഓർഗനൈസേഷനും വെച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ ചിന്തിക്കുമ്പോൾ ഹോസ്പിറ്റലിനെ വെച്ച് ചിന്തിക്കുക കേട്ടോ. അപ്പൊ എന്താണ്, ഒരു അവിടുത്തെ പ്രവർത്തനങ്ങൾ സ്ട്രീംലൈൻ ചെയ്യുക. സ്ട്രീംലൈൻ ചെയ്യുന്ന വെച്ചാൽ സിംപ്ലിഫൈ ചെയ്യുക. അതുപോലെ തന്നെ ഫൈൻഡ് ദി ഗ്യാപ്സ് അല്ലെ, ഗ്യാപ്സ് എന്ന് വെച്ചാൽ പോരായ്മകൾ കണ്ടെത്താം. ആൻഡ് ഐഡന്റിഫൈ ഫ്രോഡ്, എന്തെങ്കിലും പൊട്ടൻഷ്യൽ ഫ്രോഡുകൾ അല്ലെ, എന്തെങ്കിലും തരത്തിലുള്ള ഫ്രോഡുകൾ അവിടെ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങള് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? ഇന്റേണൽ ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഓർഗനൈസേഷൻ ഒരു ഓഡിറ്റിംഗ് ഒന്നും നടക്കാതെ ഒരു ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എന്തുമാത്രം ഫ്രോഡുകളും അതുപോലെ എന്തുമാത്രം പ്രശ്നങ്ങളൊക്കെ ആ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാവും അല്ലെ. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇന്റേണൽ ഓഡിറ്റ് അത്രയും വേറെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഓക്കെ, however my experience as an auditor has taught me to recognize the red flags that can quickly detail the process. ഒരു ഇന്റേണൽ ഓഡിറ്റർ പറയുന്ന രീതിയിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്റേണൽ എന്താ പറയാ ഓഡിറ്റിങ്ങിന് തടസ്സം ഉണ്ടാക്കുന്ന ചില വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് അതിനകത്തെ ഒരു 4 പോയിന്റുകളാണ് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. ഒന്നാമത്തത് സ്കോപ്പ് ക്രീപ്പ് കേട്ടോ. സ്കോപ്പില് PE വേണം കേട്ടോ. SCOPE നിങ്ങളുടെ ഇല്ലെങ്കിൽ എഴുതി ചേർക്കുക കേട്ടോ. സ്കോപ്പ് ക്രീപ്പ്. അതുപോലെ തന്നെ എന്താണ്, നോട്ട് ടോക്കിംഗ് ടു ഓൾ ക്ലയൻസ് ഓർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. മൂന്നാമത്തത് നോട്ട് റിവ്യൂവിംഗ് ദ ഡാറ്റ. നാലാമത്തെ പോയിന്റ് ഒബ്ജക്ടിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, എന്തൊക്കെയാണ് നോക്കാം. ഇതൊക്കെ ഏത് രീതിയിലാണ് ഒരു ഇന്റേണൽ ഓഡിറ്റിനെ തടസ്സപ്പെടുത്തുന്നത്? ഓക്കെ, സ്കോപ്പ് ക്രീപ്പ് കേട്ടോ. സ്കോപ്പ് ക്രീപ്പ് SCOPE, സ്കോപ്പ് പരിധി എന്ന് പറയില്ലേ, അതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം സ്കോപ്പ് ക്രീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്. ആദ്യം എന്താണെന്ന് മനസ്സിലാക്കാം. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അത് മനസ്സിലാക്കിയിട്ട് നമുക്കിത് വായിക്കാം. അല്ലാതെ ഇത് വായിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഒന്നും മനസ്സിലാവില്ല. അപ്പൊ നോക്കുക, സ്കോപ്പ് ക്രീപ്പ്. ശ്രദ്ധിച്ചു കേൾക്കുക. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പരിധി എന്നുള്ള അർത്ഥം അല്ലേ. അപ്പൊ സ്കോപ്പ് ക്രീപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു ഓഡിറ്റ് അല്ലെങ്കിൽ ഓഡിറ്റ് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് എന്നൊക്കെ നമുക്ക് പറയാം. ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു ഓഡിറ്റിന്റെ
എന്താണ് ഓഡിറ്റിന്റെ ഒരു നോർമൽ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് കേട്ടോ, ഒരു ഓഡിറ്റിന്റെ പരിധി, ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു ഓഡിറ്റിന്റെ പരിധി അതിന്റെ ഒറിജിനൽ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നതിനെയാണ് സ്കോപ്പ് ക്രീപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇത് തന്നെ നിങ്ങൾ മലയാളത്തിൽ അവിടെ എഴുതി വെച്ചോ കേട്ടോ, പിന്നീട് നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവരുത്, നിങ്ങളുടേതായ ഭാഷയിൽ നിങ്ങൾ എഴുതി വെച്ചോ. അതായത് ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു ഓഡിറ്റിന്റെ പരിധി, ഒരു ഓഡിറ്റിന് നമ്മൾ ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്, ഇത്ര പരിധിയുടെ ഇത്ര രീതി, ഇത്ര ഒരു ബൗണ്ടറിയിൽ നിന്നുകൊണ്ടാണ് നമ്മളൊരു ഇന്റേണൽ ഓഡിറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ഓഡിറ്റിന്റെ പരിധി എന്താണ്, അതിന്റെ ഒറിജിനൽ ബൗണ്ടറിക്കകത്തേക്ക്, അതായത് അതിന്റെ ഒറിജിനൽ പരിധി ഉണ്ടല്ലോ അതിന്റെ അപ്പുറത്തേക്ക് എക്സ്പാൻഡ് ചെയ്തു പോകുന്ന ഒരു അവസ്ഥ. മനസ്സിലായോ? അതിനെയാണ് നമ്മൾ സ്കോപ്പ് ക്രീപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഒരു ഇന്റേണൽ ഓഡിറ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്കറിയാം, ഒരു ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങിലൂടെ അപ്രോച്ചിലൂടെയാണ് നമ്മൾ ഒരു ഇന്റേണൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ. അതിന് നമ്മൾ കൃത്യമായിട്ട് ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്, പ്ലാനുകൾ തയ്യാറാക്കുന്നുണ്ട്, അതിനൊരു പരിധി നമ്മൾ നിശ്ചയിക്കുന്നുണ്ട് അല്ലെ. ഇന്റേണൽ ഓഡിറ്റേഴ്സിന് അല്ലെ ഒരു പരിധി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു പരിധിയുടെ അപ്പുറത്തേക്ക് ആ ഓഡിറ്റിംഗ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് പോവുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? പ്രോപ്പർ പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, ഒരു പ്രോപ്പർ പ്ലാനിങ് ഇല്ലാതെ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, അതിന്റെ ബൗണ്ടറിക്ക് അകത്തേക്കല്ല പുറത്തേക്ക് അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോകുന്നത്. അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എന്ത് സംഭവിക്കും? ചെലവ് കൂടും അല്ലെ. ചെലവ് കൂടും, നമ്മൾ ഉദ്ദേശിച്ച പൈസയിൽ അല്ലെങ്കിൽ കോസ്റ്റിൽ അത് നിൽക്കില്ല അല്ലെ. ചെലവ് കൂടുക മാത്രമല്ല, ഡിലേ വരും അല്ലെ, കാലതാമസം നേരിടും. കാര്യം ഇന്ത്യയുടെ ഓഡിറ്റ് നമുക്ക് തുടങ്ങി അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് താമസം എടുക്കും അല്ലെ, കാലതാമസം എടുക്കും. അത് മാത്രമല്ല, നമുക്കൊരു പ്രോപ്പർ ഫോക്കസ് കിട്ടില്ല. ഫോക്കസ് കിട്ടില്ല എന്ന് വെച്ചാൽ ഒട്ടും ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇന്റേണൽ ഓഡിറ്റ് നടത്താൻ പറ്റില്ല അല്ലെ. ഇപ്പൊ നമ്മൾ പ്ലാനിങ് ഫേസിൽ പറഞ്ഞു, നമ്മളൊരു ഇന്റേണൽ ഓഡിറ്റ് നടത്തുമ്പോൾ ആ ഇന്റേണൽ ഓഡിറ്റ് കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്ന ചില കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെ. ഡിഫൈൻ സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അതിനൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ലക്ഷ്യം നേടിയെടുക്കാനാണ് നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നത്. പക്ഷെ ഇങ്ങനെ അതിന്റെ പരിധി എക്സ്പാൻഡ് ചെയ്ത് പോയി നമുക്ക് കറക്റ്റ് ഫോക്കസിങ് കിട്ടില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റില്ല. വളരെ എന്താ പറയുക, ഒട്ടും എഫിഷ്യന്റ് അല്ലാത്ത രീതിയിൽ നമുക്ക് ആ ഒരു ഇന്റേണൽ ഓഡിറ്റ് നടത്തേണ്ടതായിട്ട് വരും. അപ്പൊ അതൊരു വലിയ ചാലഞ്ച് അല്ലേ. അതാണ് എന്ത് സ്കോപ്പ് ക്രീപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായ? സ്കോപ്പ് ക്രീപ്പ് എന്താണുള്ളത്? ക്ലിയർ ആയ? ഓക്കെ ആണോ? ഓക്കെ, അതായത് ഒരു ഓഡിറ്റിന്റെ ആ ഒരു പരിധി എന്ന് പറയുന്നത് ഒറിജിനൽ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് എക്സ്പാൻഡ് ചെയ്തു പോകുന്ന അവസ്ഥ. അതൊരു പ്രോപ്പർ പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെലവ് കൂടും, കാലതാമസം നേരിടും, നമ്മുടെ ലക്ഷ്യത്തിന് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, ഒട്ടും എഫിഷ്യന്റ് അല്ലാത്ത രീതിയിൽ നമുക്ക് ആ ഒരു ഇന്റേണൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് വായിക്കാം, ഇനി വായിച്ചാൽ നമുക്ക് മനസ്സിലാവും സ്കോപ്പ് ക്രീപ്പ്. ഓക്കെ, proper planning and definition of scope is key to a successful internal audit. അണ്ടർലൈൻ ചെയ്ത് വെക്കാൻ അതിനൊക്കെ വേണമെങ്കിൽ എടുത്തെന്ന് ചോദിക്കും. ഓക്കെ, അതായത് ശരിയായിട്ടുള്ള പ്ലാനിങ്ങുകൾ അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു സ്കോപ്പ് ഡിഫൈൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഇന്റേണൽ ഓഡിറ്റിന്റെ സക്സസിന് ഏറ്റവും അത്യാവശ്യമായിട്ടൊരു കാര്യമാണ് അല്ലെ. ഓക്കെ, വിത്ത് കോംപ്ലക്സ് സിസ്റ്റംസ് ആൻഡ് വർക്ക് ഫ്ലോസ് ഇറ്റ് ഈസ് ഈസി ഫോർ ദ പൊട്ടൻഷ്യൽ ഫോർ ദ റാപ്പിഡ് ഗ്രോത്ത്. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത് അറിയോ? നമുക്ക് ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ എടുക്കാം. ഒരു ഹോസ്പിറ്റലിൽ വളരെ കോംപ്ലക്സീവ് ആയിട്ടുള്ള സിസ്റ്റംസ് അല്ലെങ്കിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വളരെ സങ്കീർണമായിട്ടുള്ള വർക്ക് ഫ്ലോസ് ഒക്കെ നടക്കുന്ന ഒരു ഹോസ്പിറ്റലാണെന്ന് ഇരിക്കട്ടെ. ആ ഒരു ഹോസ്പിറ്റലില് പെട്ടെന്ന് ഇഷ്യൂസ് വരാനുള്ള ചാൻസും കൂടുതലാണ്. കാര്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലല്ല അവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സംവിധാനങ്ങള് വർക്ക് ഫ്ലോസ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ പറയുന്ന പോലെ ഇറ്റ് ഈസ് ഈസി ഫോർ ദ പൊട്ടൻഷ്യൽ ഫോർ റാപ്പിഡ് ഗ്രോത്ത്. റാപ്പിഡ് ഗ്രോത്ത് മീൻസ് റാപ്പിഡ് ഗ്രോത്ത് ഓഫ് ഇഷ്യൂസ് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് അവിടെ വളരെയധികം കൂടുതലാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബി ഷുവർ ടു പ്രോആക്റ്റീവ്ലി പ്ലാൻ ഫോർ വെൻ എൻ ഇഷ്യൂ ഒക്കേഴ്സ് ദാറ്റ് മേ അഫക്ട് ദ സ്കോപ്പ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഈ പറയുന്ന ആ ഒരു സ്കോപ്പ് ദാറ്റ് മീൻസ് ആ ഒരു പരിധിനെ അഫക്ട് ചെയ്യുന്ന ഇഷ്യൂസിനെ കണ്ടെത്താനായിട്ട് നമ്മളൊരു പ്രോആക്റ്റീവ് ആയിട്ട് ഒരു പ്ലാൻ നമ്മൾ ഉറപ്പുവരുത്തണം. പ്രോആക്റ്റീവ് പ്ലാൻ എന്ന് പറഞ്ഞത് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു പ്രശ്നം വന്നിട്ട് പ്ലാൻ തയ്യാറാക്കലല്ല, ഒരു പ്രശ്നം വരുന്നതിന് മുൻപേ തന്നെ നമ്മൾ ആ പ്രശ്നത്തിന് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പ്ലാൻ തയ്യാറാക്കണം. പ്രോആക്റ്റീവ് എന്ന് വെച്ചാൽ
ബിഫോർ എന്താണ് ബിഫോർ എൻ ഇഷ്യൂ ഒക്കറിങ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ നടത്തുന്ന പ്ലാൻ ആണ് കേട്ടോ, പ്രോയാക്റ്റീവ് പ്ലാൻ. നമ്മൾ പറയില്ലേ എന്താണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലതല്ല അസുഖം വരുന്നതിന് മുമ്പ് നമ്മൾ പ്രതിരോധിക്കാനുള്ളതാണ് അല്ലെ. ഇതൊരു പ്രിവെന്റീവ് മെഷർ ആണ് പ്രോയാക്റ്റീവ് പ്ലാൻ എന്ന് പറഞ്ഞാല്. ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട് അല്ലെ, ആ സ്കോപ്പിനെ ആ ഒരു പരിധിയെ എഫക്ട് ചെയ്യുന്ന ആ ഒരു ഇഷ്യൂവിനെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ പ്രോയാക്റ്റീവ് ആയിട്ട് തന്നെ മുൻപേ തന്നെ നമ്മളൊരു പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അവിടെ ഉറപ്പുവരുത്തണം. ഓക്കെ, അങ്ങനെ വരുത്തി കഴിഞ്ഞാൽ പിന്നെ ഈസി ആണല്ലോ. സോ ദാറ്റ് ദ ടീം ക്യാൻ റെസ്പോണ്ട് ക്വിക്ലി ആൻഡ് എഫിഷ്യന്റ്ലി. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇന്റേണൽ ടീമിന് പെട്ടെന്ന് തന്നെ അവരോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. ആ ഇഷ്യൂവിനെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാനും എഫിഷ്യന്റ് ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാനും ആ ടീമിന് എളുപ്പം സാധിക്കും. നമ്മളൊരു മുൻകൂട്ടി ഒരു സുരക്ഷാ മുൻകരുതൽ എടുത്തു വെച്ചാൽ പിന്നെ പ്രശ്നം വന്നാൽ കുഴപ്പമില്ലല്ലോ, പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, അത് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അപ്പൊ അതിനൊരു ഫ്രേസ് പോലെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഡു യു ഇഗ്നർ ദ ഇഷ്യൂ എന്നാണ് കേട്ടോ, ടിഷ്യൂ അല്ല. ഡു യു ഇഗ്നർ ദ ഇഷ്യൂ, ആഡ് ടു ഇറ്റ് ആൻഡ് പുട്ട് ഇറ്റ് ഓഫ് അണ്ടിൽ ലേറ്റർ. ദാറ്റ് മീൻസ് യു വിൽ ഇഗ്നർ ദ ഇഷ്യൂ. നിങ്ങളിപ്പോ ഒരു ഇഷ്യൂ വരും, നിങ്ങൾക്കറിയാം, ആ ഇഷ്യൂവിനെ നിങ്ങൾ ഇഗ്നർ ചെയ്യാന്ന് വിചാരിക്കും. മനഃപൂർവ്വം നിങ്ങൾ ആ ഇഷ്യൂവിനെ അവഗണിക്കുകയാണെങ്കിൽ യു ആഡ് ടു ഇറ്റ്, ദാറ്റ് മീൻസ് യു കോൺട്രിബ്യൂട്ട് ടു ദാറ്റ് ഇഷ്യൂ. ആ ഇഷ്യൂലേക്ക് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. ആ ഇഷ്യൂ വരുന്നത് നിങ്ങൾക്ക് അറിയാം, പക്ഷെ മനഃപൂർവ്വം നിങ്ങൾ അത് നെഗ്ലക്ട് ചെയ്യാണ്. അത് നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും എന്താ ചെയ്യുന്നത്, നിങ്ങൾ ചെയ്യുന്നത് കോൺട്രിബ്യൂട്ട് ടു ദാറ്റ് ഇഷ്യൂ. ആ ഇഷ്യൂ കുറെ കൂടെ വലുതാക്കാൻ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. ആൻഡ് പുട്ട് ഇറ്റ് ഓഫ് അണ്ടിൽ ലേറ്റർ. പിന്നെ മാത്രമല്ല, പിന്നെ നോക്കാനില്ല, ഇന്റേണൽ ഓഡിറ്റ് വളരെയധികം കാലതാമസം നേരിടുകയും ചെയ്യും കേട്ടോ. അപ്പൊ ഇനി നോക്കിയേ, when the scope starts to expand, be sure to pump the brakes and reassess എന്നാണ് പറയുന്നത്. ഒരു സ്കോപ്പ് നമ്മൾ ആ നിശ്ചയിച്ചിട്ടുള്ള പരിധി എക്സ്പാൻഡ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു ഒറിജിനൽ ബൗണ്ടറിക്കകത്തേക്ക് അപ്പുറത്തേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നു തോന്നിക്കഴിഞ്ഞാല് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ വെച്ചത് ബ്രേക്ക് ചെയ്യണം കേട്ടോ. ബി ഷുവർ ടു പമ്പ് ദ ബ്രേക്സ് ആൻഡ് റീഅസസ്. അവിടെ നമ്മൾ ബ്രേക്ക് ചെയ്യണം, ഒന്നുകൂടെ നമ്മൾ റീഅസസ്മെന്റ് നടത്തണം. എന്ന് വെച്ചാൽ ഒന്നുകൂടെ നമ്മൾ ആ ഒരു പ്ലാനിൽ നമുക്കൊന്ന് പ്രോപ്പർ ആക്കി ഒരു റീഅസസ്മെന്റ് നമ്മൾ നടത്തിയിരിക്കണം. ഓക്കെ, നത്തിങ് ഈസ് വേഴ്സർ ദാൻ അലോവിംഗ് ദ സ്കോപ്പ് ടു ഇൻക്രീസ് ആൻഡ് ലേറ്റർ, realizing that you are one step away from basically auditing the entire organization and all the process. ഒന്നുമില്ല, അതായത് നിങ്ങൾ ആ ഒരു റീഅസസ്മെന്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഒരു എക്സ്പാൻഷൻ റിയലൈസ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ പരം തെറ്റ് സംഭവിക്കാനില്ല. കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഓഡിറ്റിംഗിൽ നിന്ന് ഒരുപാട് അകന്നു പോവുകയും നമ്മുടെ പ്രോസസ് ഒരിക്കലും കംപ്ലീറ്റ് ആവുകയും ചെയ്തില്ല കേട്ടോ. ഓക്കെ, അപ്പൊ സ്കോപ്പ് ക്രീപ്പ് എന്ന് പറഞ്ഞ് നിങ്ങൾ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. ഒരു ഓഡിറ്റിന്റെ പരിധി അതിന്റെ ഒറിജിനൽ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് എക്സ്പാൻഡ് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥ. അങ്ങനെ വരുന്നത് ഒരു പ്രോപ്പർ പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടാണ്. അതുമൂലം കോസ്റ്റ് കൂടും, ഡിലേ വരും, അതുപോലെ തന്നെ നമുക്കൊരു ഫോക്കസ് കിട്ടില്ല, എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇന്റേണൽ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പൊ അതൊരു ചാലഞ്ച് ആയിട്ട് കൺസിഡർ ചെയ്യാം കേട്ടോ. സ്കോപ്പ് ക്രീപ്പ്. ഓക്കെ, ക്ലിയർ ആണ്, മനസ്സിലായല്ലോ അല്ലെ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ പറയുന്നു കേട്ടോ, റെസ്പോണ്ട് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ തുടർന്ന് എടുക്കുന്നതിന് വലിയ അർത്ഥമില്ല. മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ പറയാം കേട്ടോ. ഓക്കെ, പിന്നീട് വായിച്ചിട്ട് മനസ്സിലായില്ല എന്ന് പറയുന്നേക്കാളും നല്ലത് അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോകുന്നു കേട്ടോ. അടുത്തത്, നോട്ട് ടോക്കിംഗ് ടു ഓൾ ക്ലയന്റ്സ് ഓർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് കേട്ടോ. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കുറെ എഴുതി വെച്ചത് നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ കൺസെപ്റ്റ് വളരെ സിമ്പിൾ ആണ് കേട്ടോ. നോട്ട് ടോക്കിംഗ് ടു ഓൾ ക്ലയന്റ്സ് ഓർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. നമ്മൾ ഈ പറയുന്ന എല്ലാ ക്ലയന്റ്സുകള്, അതുപോലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വെച്ചാൽ പാർട്ട്നേഴ്സ് ആണ്. ഒരു ഓർഗനൈസേഷനിൽ ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ അതിന്റെ ഭാഗമാണ് കേട്ടോ. അവരുമായിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്ന ഒരു അപകടം. ഓക്കെ, നോട്ട് ടോക്കിംഗ് ടു ഓൾ ക്ലയന്റ്സ് ഓർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. നമ്മൾ എല്ലാ ക്ലയന്റ്സ് ആയിട്ടും എല്ലാ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടും സ്റ്റാഫുകളുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുന്ന, സംസാരിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ, അത് ഇന്റേണൽ ഓഡിറ്റിനെ സംബന്ധിച്ച് വലിയൊരു ചാലഞ്ചാണ്. എന്താണ് നോക്കാം. ബി ഷുവർ ടു ഇൻവോൾവ് യുവർ ക്ലയന്റ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഏർലി ആൻഡ് ഓഫൺ. അതായത് നമ്മൾ ഒരു ഇന്റേണൽ ഓഡിറ്റ് നടത്തുമ്പോൾ ഒരു ഇന്റേണൽ ഓഡിറ്റ് ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തായിരിക്കണം, ദേ ആർ ഫുള്ളി എൻഗേജ്ഡ് ഇൻ ഓൾ ക്ലയന്റ്സ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതായത് ആ ഒരു ഇന്റേണൽ ഓഡിറ്റിന്റെ മുഴുനീളം ഈ പറയുന്ന ഇന്റേണൽ ഓഡിറ്റ് ടീം എന്ന് പറയുന്നത് ആ ഒരു സ്ഥാപനത്തിലെ എല്ലാ ക്ലയന്റ്സുമായിട്ടും ഫുൾ ടൈം എന്തായിരിക്കണം, എൻഗേജ്ഡ് ആയിരിക്കണം. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥമുണ്ട്. അവിടെ എന്തോ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാല് recommend going deeper than managers or team leads, talk with the staff, engineers, etc.
അതായത് ഇപ്പൊ നമ്മള് ഇന്റേണൽ ഓഡിറ്റിംഗ് തുടക്കം നമ്മളൊരു കാര്യം പറഞ്ഞു. ഇവര് കൂടുതൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? ടോപ്പ് മാനേജ്മെന്റിലുള്ള ആളുകൾക്കാണ്, അല്ലെ? സീനിയർ ലീഡർഷിപ്പ് ടീമിനോടാണ്. അപ്പോ നമ്മൾ ഈ ഇന്റേണൽ ഓഡിറ്റ് ടീം വരുമ്പോൾ നമ്മൾ ഈ ടോപ്പ് മാനേജ്മെന്റിൽ ഇരിക്കുന്ന സിഇഒ പോലെയുള്ള വലിയ ഗവേണിംഗ് ബോഡീസിലുള്ള സ്റ്റാഫുകളോട് മാത്രം സംസാരിച്ചതുകൊണ്ട് കാര്യമില്ല. അവരുമായിട്ട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല. അവരെ സംബന്ധിച്ച് അവരെന്താണ്? സൂപ്പർവൈസറി റോളാണ് ചെയ്യുന്നത്. അവരവിടെ ഇരുന്ന് ഭരിക്കുന്നു, അഡ്മിനിസ്റ്റർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് കാര്യങ്ങളെല്ലാം തന്നെ ഹാൻഡ് ഓൺ ആയിട്ട് കാര്യങ്ങൾ ോട്ട് നടത്തുന്ന ഒരുപാട് സ്റ്റാഫുകളുണ്ട്. അവരുമായിട്ടും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ ഒരു ക്ലിയർ കട്ട് ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുള്ളൂ. മനസ്സിലായോ? ഒരു ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ അഡ്മിനിസ്ട്രേറ്റർ ആണ്. അവർ ചിലപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു, എല്ലാവർക്കും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, ഭരണം നടത്തുന്നു എന്ന് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അവരോട് നമ്മൾ സംസാരിക്കണം. അതുപോലെ തന്നെ അതിന്റെ താഴേക്കിടയിലുള്ള ഹാൻഡ് ഓൺ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള താഴേക്കിടയിലുള്ള ആളുകളുമായിട്ട് വരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അതും ത്രൂ ഔട്ട് ഇന്റേണൽ ഓഡിറ്റിംഗിന്റെ ത്രൂ ഔട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ ഒരു ഇന്റേണൽ ഓഡിറ്റ് അവിടെ നടക്കുകയുള്ളൂ. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. They recommend going deeper than managers or team leads. Talk with the staff. താഴേക്കിടയിലുള്ള സ്റ്റാഫുകളായിട്ട് സംസാരിക്കണം. എഞ്ചിനീയേഴ്സ്, അവരെന്നൊക്കെ പറഞ്ഞാൽ നേരിട്ട് ആ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. അവരുമായിട്ട് കൂടെ എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ ഇവര് പറയുന്നത് many times the people in the trenches may be following a completely different process than what is documented or understood by manager. പലപ്പോഴും പല ആളുകളും എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്താറില്ല. ഒരു ഇന്റേണൽ ഓഡിറ്റ് ടീം ചെയ്യുമ്പോൾ അവർ ടോപ്പ് മാനേജ്മെന്റിലുള്ള ആളുകളായിട്ടൊക്കെ സംസാരിച്ച് അവരിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ ശേഖരിച്ച് അവർ ഓഡിറ്റ് തയ്യാറാക്കും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, എല്ലാ ആളുകളുമായിട്ട് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവില്ല? ഈ പറയുന്ന ഇന്റേണൽ ഓഡിറ്റ് ഒരിക്കലും സക്സസ്ഫുൾ ആവില്ല. ചുരുക്കി പറഞ്ഞ എന്താണ്? പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ എല്ലാ ആളുകളുമായിട്ടും ഉണ്ടായിരിക്കണം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അങ്ങനെ സംസാരിക്കാതിരുന്നു കഴിഞ്ഞാല് അത് ഇന്റേണൽ ഓഡിറ്റ് മോശമായിട്ട് ബാധിക്കും. എന്ന് വെച്ചാൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ അത്ര വലിയ ആക്യുറസി ഉണ്ടാവുന്ന യാതൊരു ഉറപ്പുമില്ല. ഓക്കെ, പിന്നെ വരുന്നത് മൂന്നാമത്തെ എന്താന്ന് വെച്ചാല് എന്താണ്? നോട്ട് റിവ്യൂവിന്റെ ഡാറ്റ. നോട്ട് റിവ്യൂവിന്റെ ഡാറ്റ നമ്മൾ ഈ ഇന്റേണൽ ഓഡിറ്റ് ടീം അവര് എന്താണ്? അവര് എടുക്കുന്ന വിവരങ്ങളുണ്ടല്ലോ. അതായത് അവര് ഓഡിറ്റിങ്ങിന് പോയിട്ട് അവർ കണ്ടെത്തുന്ന ഡാറ്റയല്ല, അവർ ആ ഡാറ്റ എടുക്കുന്നത് പ്രോപ്പർ ആയിട്ട് റിവ്യൂ ചെയ്യാതിരിക്കാം. അതാണ് നോട്ട് റിവ്യൂവിന്റെ ഡാറ്റ. നമുക്ക് ലഭിക്കുന്ന ഡാറ്റകള് നമ്മൾ അവലോകനം ചെയ്യാതിരിക്കാം. അങ്ങനെ അവലോകനം ചെയ്യാതിരുന്നാലും അത് ഇന്റേണൽ ഓഡിറ്റിനെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു ചാലഞ്ചാണ്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയേ ഉള്ളൂ കാര്യം. അതായത് ഒരു ഇന്റേണൽ ഓഡിറ്റ് ടീം ഓഡിറ്റിങ്ങിനായിട്ട് ഒരു ഓർഗനൈസേഷനിൽ പോവുകയാണ്. ഓക്കെ, അവരവിടെ ഓർഗനൈസേഷനിൽ പോകുമ്പോൾ അവർ എന്ത് ചെയ്യും? ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ അവർ നോക്കുന്നു, ഓഡിറ്റിംഗ് നടത്തുന്നു. അവിടെയുള്ള മെയിൻ ആയിട്ടുള്ള ഈ പറയുന്ന എന്താ പറയാ സ്റ്റാഫുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെന്റോ സ്റ്റാഫുകളോ അവരൊക്കെ ആയിട്ട് സംസാരിച്ച് അവരിൽ നിന്ന് നമ്മൾ ഡാറ്റ ശേഖരിക്കുകയാണ്. അവരെന്ത് ചെയ്യും? ഇപ്പൊ നമ്മൾ പറയണ ഇന്ന ഡാറ്റ കൊണ്ടുവരൂ, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫയൽ കൊണ്ടുവരാൻ അവരോട് പറയാണ്. അവരെന്ത് ചെയ്യും? അവര് തയ്യാറാക്കിയുള്ള ഡാറ്റ അല്ലെങ്കിൽ ആ ഫയൽ എടുത്ത് കൊണ്ടുകൊടുക്കും, അല്ലെ? ഇന്റേണൽ ഓഡിറ്റ് ടീമിന്റെ കൊണ്ടുകൊടുക്കും. ഈ ഇന്റേണൽ ഓഡിറ്റ് ടീം അത് വെറും എന്താണ്? അത് മാത്രം ഒരു മുഖവിലേക്ക് എടുക്കരുത്. ഓക്കെ, അത് മാത്രം ഒരു മുഖവിലേക്ക് എടുക്കരുത്. കാര്യം നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് നമ്മളൊരാളോട് ഒരു ഡാറ്റ കൊണ്ടുവരാൻ പറയുകയാണ്. അയാൾ നമ്മുടെ കയ്യിൽ ഒരു ഡാറ്റ കൊണ്ടുതരും. പക്ഷെ ആ ഡാറ്റയിൽ എന്തെങ്കിലും ജെനുവിനിറ്റി, കൃത്യതയുണ്ടോ എന്നുള്ളത് നമുക്ക് ഉറപ്പുണ്ടോ? ചിലപ്പോൾ അവരുടെ കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടാണ് വല്ല ഡാറ്റകൾ നമ്മുടെ കയ്യിൽ കൊണ്ടുതരുന്നെങ്കിലോ നമുക്കതിൽ ആക്യുറസി ഉറപ്പ് വരുത്താൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതങ്ങനെ അവര് തരുന്ന ഡാറ്റേനെ പെട്ടെന്ന് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? മുഖവിലേക്ക് എടുക്കരുത്. നമ്മൾ അതിന്റെ ജെനുവിനിറ്റി ഉറപ്പുവരുത്തും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നേരിട്ട് നമ്മൾ ആ സിസ്റ്റത്തിൽ നിന്ന് വേണം ഡാറ്റകൾ നമ്മൾ കളക്ട് ചെയ്യാനായിട്ട്. അല്ലാണ്ട് സ്റ്റാഫുകളിൽ നിന്ന് നമ്മൾ ചോദിച്ചാൽ അവർ ഡാറ്റ കൊണ്ടുതരും. പക്ഷെ ആ ഡാറ്റയിൽ ആക്യുറസി ഉണ്ടെന്ന് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഉറപ്പിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇന്റേണൽ ഓഡിറ്റ് ടീം എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? നേരിട്ട് സിസ്റ്റത്തിൽ പോയിട്ട് ഡാറ്റകൾ അവർ കളക്ട് ചെയ്തിരിക്കണം. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ആ രീതിയിൽ ഡാറ്റകൾ ശരിയായ രീതിയിൽ റിവ്യൂ ചെയ്യാതിരിക്കുകയാണെങ്കിൽ അതും ഇന്റേണൽ ഓഡിറ്റിനെ മോശമായിട്ട് ബാധിക്കും. ഇനി വായിച്ചു നോക്കിയേ. When data is needed, it is difficult to ask the team you are auditing to provide it.
ബട്ട് ഹൗ ഡു യു നോ ദാറ്റ് ദ ഡാറ്റ ഈസ് ആക്യുറേറ്റ്? അല്ലെ, അവരോട് നമ്മൾ ചോദിക്കുന്നു, അവർ ഡാറ്റ കൊണ്ട് തരുന്നു, പക്ഷെ അതിന് ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് എന്ത് ഉറപ്പുണ്ട്? യാതൊരു ഉറപ്പുമില്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? ഇഫ് പോസിബിൾ സിറ്റ് വിത്ത് ദ DBA or data provider to understand how the data is being generated. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത് അറിയോ? നമ്മൾ മീൻസ് നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് ടീമായിട്ടാണ് ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കി വെക്കുന്നത് കേട്ടോ. ഞാനല്ല, നമ്മളൊക്കെ ഇന്റേണൽ ഓഡിറ്റ് ടീമിന്റെ ഭാഗമാണെന്ന് എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സാധിക്കുമെങ്കിൽ DBA എന്ന് വെച്ച് കഴിഞ്ഞാല് എന്തായിരുന്നു അറിയോ? വീട്ടിൽ വെച്ചിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെച്ചു. DBA എന്ന് വെച്ച് കഴിഞ്ഞാല് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ കേട്ടോ. ആരാണ്? ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ അഥവാ ഡാറ്റ പ്രൊവൈഡർ ആണ് കേട്ടോ. എഴുതിയിരിക്കണേ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ അഥവാ ഡാറ്റ പ്രൊവൈഡർ ആണ് കേട്ടോ. ആ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡാറ്റ പ്രൊവൈഡറുമായിട്ട് നമ്മൾ സംസാരിക്കണം, അവരോടൊപ്പം നമ്മൾ ഇരിക്കണം. എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് അവർ ആ ഡാറ്റ ജനറേറ്റ് ചെയ്തിട്ടുള്ളത് അവരുമായിട്ട് നമ്മൾ നേരിട്ട് അവരോടൊപ്പം ഇരുന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഓൾവേസ് ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ട്രൈ ടു ഗെറ്റ് ദ ഡാറ്റ ദാറ്റ് ഹാസ് ബീൻ ജനറേറ്റഡ് directly from the system along with the queries or constraints used to generate it. അപ്പൊ അവരായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അവരോട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് അതുപോലെ തന്നെ എങ്ങനെയാണ്, ഏത് രീതിയിലൂടെയാണ് അവർ ആ ഡാറ്റ ജനറേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? നേരിട്ട് സിസ്റ്റത്തിൽ കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ ആ ഡാറ്റ നമ്മൾ ജനറേറ്റ് ചെയ്തെടുക്കണം. along with the queries or constraints used to generate. അപ്പൊ ജനറേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട പല അന്വേഷണങ്ങൾ ഉണ്ടായിരിക്കും, പല എന്താ പറയുക നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിനെല്ലാം തന്നെ കൈകാര്യം ചെയ്തുകൊണ്ട് ഡീൽ ചെയ്തുകൊണ്ട് നമ്മൾ സിസ്റ്റത്തിൽ നിന്ന് നേരിട്ട് എന്നാൽ അവരുടെ സമ്മതത്തോടുകൂടി അവരോടൊപ്പം ഇരുന്ന് നമ്മൾ ആ ഡാറ്റ എന്ത് ചെയ്യണം? ജനറേറ്റ് ചെയ്യണം. അല്ല, ആ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യണം. എന്ന് വെച്ചാൽ ആ ഡാറ്റയെ നമ്മൾ ശരിയായ രീതിയിൽ റിവ്യൂ ചെയ്യണം. അല്ലാതെ വെറുതെ അവർ തരുന്ന ഡാറ്റയെ അങ്ങനെ തന്നെ വിശ്വസിച്ചെടുത്തോണ്ട് വരികയല്ല ചെയ്യുന്നത്. അതിന്റെ ജെന്യുവിനിറ്റി ഉറപ്പുവരുത്താൻ നേരിട്ട് തന്നെ നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കണം. അങ്ങനെ ചെയ്യാതിരുന്നാൽ, അതായത് നോട്ട് റിവ്യൂവിംഗ് ദ ഡാറ്റ എന്താണ്, ദാറ്റ് ഷുഡ് ബി എന്താ പറയുക ഏറ്റവും വലിയൊരു ചാലഞ്ച്. ഓക്കെ, ക്ലിയർ ആയല്ലോ? നോട്ട് റിവ്യൂവിംഗ് ദ ഡാറ്റ. ഓക്കെ, അടുത്തത് വരുന്നതാണ് ഒബ്ജക്ടിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ് കേട്ടോ. എന്താണ് ഒബ്ജക്ടിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്? ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? നിഷ്പക്ഷതയാണ് കേട്ടോ. ഇൻഡിപെൻഡൻസ് സ്വതന്ത്രമായിട്ട്. നമ്മൾ ഈ ചാപ്റ്ററിന്റെ തുടക്കം പറഞ്ഞു ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്റേണൽ ഓഡിറ്റ് ടീം എന്ന് പറഞ്ഞാൽ വളരെ അൺബൈസ്ഡ് ആയിട്ട്, വളരെ പക്ഷപാതപരമായിട്ട്, രഹിതമായ രീതിയിൽ വേണം അവർ പ്രവർത്തിക്കാനായിട്ട് അല്ലെ. അല്ലാണ്ട് ഇതൊരു കമ്പനി നമ്മൾ ഒരു ഓഡിറ്റിംഗ് ഒക്കെ നടത്തുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും സോഫ്റ്റ് കോർണർ ഉള്ള വല്ല ഡിപ്പാർട്ട്മെന്റുകളോ സ്റ്റാഫുകളോ ഉണ്ടെങ്കിലും ഒക്കെ അവർക്ക് കുറച്ചുകൂടി അനുകൂലമായിട്ടുള്ള രീതിയിൽ നടത്താം. അങ്ങനെ ഒരിക്കലും ഒരു ഇന്റേണൽ ഓഡിറ്റ് ടീം ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഇന്റേണൽ ഓഡിറ്റിനെ ബാധിക്കും. മനസ്സിലായോ? അതാണ് അവിടെ വളരെ ഒബ്ജക്ടിവിറ്റി എന്ന് വെച്ചാൽ വളരെ നിഷ്പക്ഷമായിട്ട്, വളരെ സ്വതന്ത്രമായിട്ട്, ഒരിക്കലും ഒരു കമ്പനിയുടെ അകത്ത്, ഒരു ഓർഗനൈസേഷന്റെ അകത്തുള്ള ഒരു ഇന്റേണൽ പൊളിറ്റിക്സിൽ ഒരിക്കലും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാതെ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള നിഷ്പക്ഷമായിട്ടുള്ള രീതിയിൽ വേണം ഓഡിറ്റിംഗ് നടത്താനായിട്ട്. അങ്ങനെ നടത്തിയിട്ടില്ലെങ്കിൽ ദാറ്റ് വിൽ ബി എ ക്രൂഷ്യൽ ചാലഞ്ച് ആയിരിക്കും. ഓക്കെ, അപ്പൊ നോക്കിയേ, this has become particularly important in a smaller organization. In a larger organization, this has become particularly important in a smaller organization. അതായത് ഒരു സ്മോളർ ഓർഗനൈസേഷനിലാകുമ്പോൾ ഈ പറയുന്ന കാര്യം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാര്യം എന്താ അറിയോ? ഇപ്പൊ സ്മോൾ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ചെറിയ സ്ഥാപനങ്ങളാണെന്ന് വിചാരിക്കും, വളരെ ചെറിയ ചെറിയ ഹോസ്പിറ്റലാണ് വിചാരിക്കുക. അപ്പോ നമ്മൾ ഈ ഇന്റേണൽ ഓഡിറ്റ് നടത്തി കഴിഞ്ഞാൽ നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്നത് അവിടെ ഉള്ള സ്റ്റാഫുകൾക്ക് തന്നെയാണ് നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്നത്. കാര്യം ചെറിയ ഹോസ്പിറ്റലാകുമ്പോൾ ഒരുപാട് സ്റ്റാഫുകളൊന്നും അവിടെ ഉണ്ടാവില്ല. അവരിൽ നിന്ന് തന്നെ നമ്മൾ ഡാറ്റ സ്വീകരിക്കുന്നത്, എന്നിട്ട് അവർക്ക് തന്നെയാണ് നമ്മൾ ആ റിപ്പോർട്ട് കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പം എന്ത് സംഭവിക്കും? അവരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ പുറത്ത് ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. അതേസമയം ഇൻ എ ലാർജർ ഓർഗനൈസേഷൻ ഇന്റേണൽ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ടു എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓർ ആൻ ഓഡിറ്റ് കമ്മിറ്റി അല്ലെ. അതേസമയം നമ്മൾ വലിയ വലിയ ഓർഗനൈസേഷൻ ആകുമ്പോൾ നമ്മൾ ഈ സ്റ്റാഫുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ട് ഫൈനൽ റിപ്പോർട്ട് നമ്മൾ ആർക്കാ കൊടുക്കുന്നത്? ടോപ്പ് ലെവലിലുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്, അല്ലെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റിക്കാണ് നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ സ്റ്റാഫിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നു, അപ്പൊ മാത്രം അവരായിട്ട് കോണ്ടാക്ട് വരുന്നുള്ളൂ. പിന്നെയുള്ള കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ അടുത്തും ഓഡിറ്റ് കമ്മിറ്റിക്ക് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ,
അപ്പൊ an internal auditor may be reporting to the same person or group they are auditing. അതെവിടെയാണ്? സ്മോളർ കമ്പനീസിൽ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സ്മോളർ കമ്പനിയിൽ an internal auditor may be reporting to the same person or group they are auditing. അവർ ഓഡിറ്റ് ചെയ്യുന്ന കാര്യം ചെറിയ ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ ഭയങ്കര ഒരുപാട് സ്റ്റാഫുകളൊന്നും അവിടെ ഉണ്ടായിരിക്കില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് അവരിൽ നിന്ന് വിവരം ശേഖരിച്ച് അവർക്ക് തന്നെയാണ് നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ അവിടെ ഈ പറയുന്ന പോലെ ഇത്തരത്തിൽ ഇൻഫ്ലുവൻസ് ഒക്കെ ചെയ്യപ്പെടാനുള്ള ഒരു ചാൻസ് അവിടെ കൂടുതലാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോ the crucial factor is remaining impartial, independent and having a forward looking mindset. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് റിമൈനിങ് ഇമ്പാർഷ്യൽ ആയിട്ട്, അതായത് ഒരു പാർഷ്യാലിറ്റി കാണിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് ഒരു ഇന്റേണൽ ഓഡിറ്റിംഗ് ടീമിന്റെ ശ്രദ്ധിക്കേണ്ടത്. ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, വളരെ സ്വതന്ത്രമായിട്ടുള്ള രീതിയിൽ വേണം ഒരു ഓഡിറ്റ് നടത്താനായിട്ട്. ആൻഡ് ഹാവിങ് എ ഫോർവേഡ് ലുക്കിംഗ് മൈൻഡ് സെറ്റ്, ഒരു ഫോർവേഡ് ലുക്കിംഗ് മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെ ഇരിക്കണം കേട്ടോ. റിമെമ്പർ ദാറ്റ് an internal auditor is trying to help and should be allowed to do so even if the results are hard to clear. കാര്യം ഇന്റേണൽ ഓഡിറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പൊ അവര് കണ്ടെത്തുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരിക്കാം, എങ്കിൽ കൂടിയും എന്താണ് നമ്മുടെ മുന്നോട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇന്റേണൽ ഓഡിറ്റർ നമ്മൾ വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് എന്ത് നമ്മൾ പഠിച്ചത്, ചാലഞ്ചസ് ആയിട്ട് പഠിച്ചത് കേട്ടോ. മനസ്സിലായോ? സ്കോപ്പ് ഒരു ചാലഞ്ച് ആണ്. അതുപോലെ നോട്ട് ടോക്കിംഗ് ടു ഓൾ ക്ലയന്റ്സ് ഓർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ദാറ്റ് മീൻസ് ഒരു ഇംപ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതൊരു ചാലഞ്ച് ആണ്. അതുപോലെ നോട്ട് റിവ്യൂവിംഗ് ദ ഡാറ്റ ശരിയായ രീതിയിൽ റിവ്യൂ ചെയ്തില്ലെങ്കിൽ അതൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ ഒബ്ജക്ടിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്, അതായത് നോട്ട് മെയിൻറ്റൈനിങ് ഒബ്ജക്ടിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ് കേട്ടോ. ഇത്തരം ഒബ്ജക്ടിവിറ്റി ഇൻഡിപെൻഡൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിലും അതും ഒരു ചാലഞ്ച് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇത്രയും പോയിന്റുകൾ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ, ആ 4 പോയിന്റുകളും ഓക്കെ ആണോ നോക്കിയേ. ഓക്കെ ആണോ? ക്ലിയർ ആണ് എല്ലാവർക്കും? അടുത്തേക്ക് നോക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്, നിങ്ങൾ ഇപ്പം നമ്മള് പറയുന്ന കാര്യങ്ങള് മലയാളത്തിലായാലും അവിടെ എഴുതി വെക്കേണ്ടവർ എഴുതി വെച്ചോണ്ടാ. അത് പിന്നീട് വായിക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും നിങ്ങൾ ആ മലയാളത്തിൽ എഴുതി വെച്ചിട്ട് വായിച്ചാൽ ഓക്കെ ഇത്രയാണ് സംഭവം എന്നുള്ളത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ, അടുത്തതാണ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് ഇൻ ഇന്റേണൽ ഓഡിറ്റ് കേട്ടോ. ഇനി ഈ പറയുന്ന ഒരു ഇന്റേണൽ ഓഡിറ്റിങ്ങിലുള്ള ഒരു ഇന്റേണൽ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അവിടെ കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റുകൾ ഉണ്ട്, നോട്ട് ചെയ്ത് വെക്കണം. നോക്കാം. ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റേണൽ ഓഡിറ്റേഴ്സ്, IIA ഫുൾ ഫോം എന്താണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റേണൽ ഓഡിറ്റേഴ്സ് ഹാസ് സെറ്റ് ദ ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ഫ്രെയിംവർക്ക് ഫോർ ദ ഇന്റേണൽ ഓഡിറ്റിംഗ്. അതായത് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റേണൽ ഓഡിറ്റേഴ്സ് IIA എന്നുള്ളത് ഒരു ഇന്റേണൽ ഓഡിറ്റിങ്ങിനായിട്ട് വളരെ എന്താണ് ഒരു ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് അവര് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇന്റേണൽ ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് ദ ഇന്റർനാഷണൽ പ്രൊഫഷണൽ പ്രാക്ടീസ് ഫ്രെയിംവർക്ക് എന്നാണ് പറയുന്നത് കേട്ടോ. എന്താണ് പറയാ? IPPF. ഓർത്തു വയ്ക്കുക, നമ്മൾ പറഞ്ഞല്ലോ ഒരു ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏതാണ് ആ ഫ്രെയിം വർക്ക്? എന്താണ്? IPPF. IPPF എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ പ്രൊഫഷണൽ പ്രാക്ടീസ് ഫ്രെയിംവർക്ക് എന്നാണ് കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ IPPF എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഒരു ഗ്ലോബൽ ഫ്രെയിംവർക്ക് ഇന്റേണൽ ഓഡിറ്റിങ്ങിനായിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു IPPF ആണ് ഇന്റേണൽ ഓഡിറ്റിങ്ങിനായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നോക്കാം. IPPF പ്രൊവൈഡ്സ് മാൻഡേറ്ററി ആൻഡ് സ്ട്രോങ്ലി റെക്കമെൻഡഡ് ഗൈഡൻസ്. ഇവരാണ് ഇന്റേണൽ ഓഡിറ്റിങ്ങിനായിട്ട് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. IPPF ആണ് കേട്ടോ.
IPPF സ്ഥാപിച്ചത് ആരാണ്? IPPF എന്ന് വെച്ചാൽ ഇന്ത്യൻ ഇന്റർനാഷണൽ പ്രൊഫഷണൽ പ്രാക്ടീസ് ഫ്രെയിംവർക്ക് ആണ്. അത് ക്രിയേറ്റ് ചെയ്തത് ആരാണ്? അത് IAA, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റേണൽ ഓഡിറ്റേഴ്സ് ആണ് കേട്ടോ. അപ്പോ these are standards that are applied by over 1,60,000 internal auditors who are working globally within the framework. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെ നമ്മുടെ ലോകമെമ്പാടും ഏകദേശം ഒരു കണക്കാണ് പറയുന്നത്, ഏകദേശം ഒരു 1,60,000 ഇന്റേണൽ ഓഡിറ്റേഴ്സ്, ഇൻക്ലൂഡിംഗ് നമ്മുടെ ഇന്ത്യയിൽ ഉൾപ്പെടെ ഓഡിറ്റേഴ്സ് ഈ പറയുന്ന ഈ ഒരു ഫ്രെയിംവർക്ക് മുന്നോട്ട് വെച്ചിട്ടുള്ള സ്റ്റാൻഡേർഡുകളാണ് അവര് ഇന്റേണൽ ഓഡിറ്റിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങളോട് ചോദിക്കാം, ഇന്റേണൽ ഓഡിറ്റിനായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആരാണ്? IPPF ആണ് കേട്ടോ. എന്താണ് IPPFന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കാം, ഇന്റർനാഷണൽ പ്രൊഫഷണൽ പ്രാക്ടീസ് ഫ്രെയിംവർക്ക് ആണ് കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് എളുപ്പമാണ് കേട്ടോ. അതായത് ഇന്റേണൽ ഓഡിറ്റും എക്സ്റ്റേണൽ ഓഡിറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് പഠിക്കാനുള്ളത്. ടാബുലർ കോളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്റേണൽ ഓഡിറ്റ് വേഴ്സസ് എക്സ്റ്റേണൽ ഓഡിറ്റ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ, ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഇന്റേണൽ ആണ്, അതായത് ഒരു സ്ഥാപനത്തിന്റെ അകത്ത് തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇന്റേണൽ ഓഡിറ്റ്. എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആ ഓർഗനൈസേഷന്റെ അകത്തായിരിക്കും? അല്ല, ആ ഓർഗനൈസേഷന് പുറത്തായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളൊരു എന്താ പറയാ ഓഡിറ്റ് ടീമാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓരോന്നും നമുക്ക് നോക്കാം, കമ്പാരിസൺ ആണ് കേട്ടോ. ബേസിസ് ഫോർ നമ്മൾ പല ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ കമ്പയർ ചെയ്യുന്നത്. മീനിങ് വെച്ച് പറയുന്നുണ്ട്, ഒബ്ജക്റ്റീവ്, കണ്ടക്ടഡ് ബൈ, ഓഡിറ്റർ ഈസ് അപ്പോയിന്റഡ് ബൈ, യൂസർ റിപ്പോർട്ട്, ഒപ്പീനിയൻ, സ്കോപ്പ്, ഒബ്ലിഗേഷൻ, പീരിയഡ്, ചെക്സ്, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഡിഫറൻസുകൾ നോക്കിക്കാണുന്നത് കേട്ടോ. ഫസ്റ്റ് മീനിങ് ആണ് നമ്മൾ നോക്കുന്നത്. ഇന്റേണൽ ഓഡിറ്റ് എന്താണ്, എക്സ്റ്റേണൽ ഓഡിറ്റ് എന്താണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇന്റേണൽ ഓഡിറ്റ് refers to an ongoing audit function performed within an organization by a separate internal auditing department. അതായത് അറിയാലോ, ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് ഇറ്റ് ഇസ് an ongoing audit process ആണ്, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഓഡിറ്റ് പ്രോസസ് ആണ്. കാര്യം എന്താന്ന് വെച്ചാൽ കമ്പനിക്ക് അകത്ത് തന്നെ പ്രവർത്തിക്കുന്ന ഓഡിറ്റ് ആണ്, ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അവരെന്ന് പറയുമ്പോൾ മുഴുനീളം എന്ത് നടക്കുന്നുണ്ട്? ഓഡിറ്റിംഗ് അവര് കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒരു ഓൺഗോയിങ് ആയിട്ടുള്ള ഒരു ഓഡിറ്റ് ഫംഗ്ഷൻ ആണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഓഡിറ്റ് ഫംഗ്ഷൻ ആണ്. അതെങ്ങനെ പെർഫോം ചെയ്യുന്നത്? പെർഫോംഡ് വിത്തിൻ an organization by separate internal auditing department. ആ ഓർഗനൈസേഷൻ അകത്ത് തന്നെ പ്രവർത്തിക്കുന്ന ഒരു സെപ്പറേറ്റ് ഇന്റേണൽ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് ഈ ഒരു ഓഡിറ്റ് ഫംഗ്ഷൻ അവിടെ പെർഫോം ചെയ്യുന്നത്. ഇനി what is external audit? External audit is an audit function performed by the independent body which is not a part of the organization. ആ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമല്ലാത്ത പുറത്തു നിന്നുള്ള ഒരു ഇൻഡിപെൻഡന്റ് ബോഡി ഓഡിറ്റ് ഫംഗ്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ that is called external audit. ഓക്കെ, ഇനി ഒബ്ജക്റ്റീവ് കേട്ടോ, ലക്ഷ്യം എങ്ങനെയാണെന്ന് നോക്കാം. ഇന്റേണൽ ഓഡിറ്റിന്റെ ലക്ഷ്യം എന്താണെന്ന് നോക്കിയേ. ടു റിവ്യൂ ദ റൂട്ടീൻ ആക്ടിവിറ്റീസ് ആൻഡ് പ്രൊവൈഡ് ദ സജഷൻസ് ഫോർ ദ ഇംപ്രൂവ്മെന്റ് കേട്ടോ. ടു റിവ്യൂ റൂട്ടീൻ ആക്ടിവിറ്റീസ്, ആ ഒരു ഓർഗനൈസേഷനിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ റിവ്യൂ ചെയ്യുക, ആൻഡ് പ്രൊവൈഡ് സജഷൻസ് ഫോർ ദ ഇംപ്രൂവ്മെന്റിനായിട്ടുള്ള സജഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ഇനി എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ അവർ പുറത്തുനിന്ന് വരുന്നതാണ്. അവരെ സംബന്ധിച്ച് അവർ ആ ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ ഓഡിറ്റിംഗ് മാത്രമേ അവർ നടത്തുന്നുള്ളൂ. നമ്മൾ തുടക്കം പറഞ്ഞില്ലേ, ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് മാത്രമല്ല, മറ്റു പല ഏരിയകളെയും അവർ ഓഡിറ്റിംഗ് നടത്തുന്നുണ്ട്. ഒരു ഇന്റേണൽ ഓഡിറ്റ് അങ്ങനെയാണ്. പക്ഷെ എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ലക്ഷ്യം എന്ത് മാത്രമാണ്? ഫിനാൻഷ്യൽ ഓഡിറ്റിംഗ് നടത്താൻ മാത്രമേ ഉള്ളൂ, സാമ്പത്തികമായിട്ടുള്ള ഓഡിറ്റിംഗ് നടത്താൻ മാത്രമാണ് അവരുടെ ലക്ഷ്യം. ഓക്കെ, ടു അനലൈസ് ആൻഡ് വെരിഫൈ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ കമ്പനി. ഒരു കമ്പനിയുടെ സാമ്പത്തികമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ അനലൈസ് ചെയ്യുക, വെരിഫൈ ചെയ്യാന്ന് മാത്രമാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് ലക്ഷ്യമിടുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് കണ്ടക്ടഡ് ബൈ. ആരാണ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ? ഇന്റേണൽ ഓഡിറ്റ് ഈസ് കണ്ടക്ടഡ് ബൈ ദ എംപ്ലോയീസ്. എംപ്ലോയീസ് മീൻസ് അവിടുത്തെ തന്നെ സ്റ്റാഫുകളാണ്. അവിടെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഇന്റേണൽ ഓഡിറ്റ് ടീം ഉണ്ടെന്ന് നമ്മൾ പഠിച്ചല്ലോ. അപ്പൊ ആ സ്റ്റാഫുകൾ തന്നെയാണ്, ആ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടുള്ള എംപ്ലോയീസ് തന്നെയാണ് ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നത്. അതേസമയം എക്സ്റ്റേണൽ ഓഡിറ്റ് ഈസ് കണ്ടക്ടഡ് ബൈ ദ തേർഡ് പാർട്ടി. തേർഡ് പാർട്ടി എന്ന് വെച്ചാൽ ഔട്ട്സൈഡ് ഇൻഡിപെൻഡന്റ് ബോഡിയാണ്, ഒരു തേർഡ് പാർട്ടിയാണ് എന്ത് കണ്ടക്ട് ചെയ്യുന്നത്? എക്സ്റ്റേണൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, സിമ്പിൾ ആണ്. പിന്നെ അടുത്തത് ഓഡിറ്റർ ഈസ് അപ്പോയിന്റഡ് ബൈ. ഇനി ഒരു ഓഡിറ്ററിനെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ഇനി ഇന്റേണൽ ഓഡിറ്റർ, ഒരു ഇന്റേണൽ ഓഡിറ്റില് ഓഡിറ്റർ ഈസ് അപ്പോയിന്റഡ് ബൈ ദ മാനേജ്മെന്റ്. ആ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ് തന്നെയാണ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത്.
അതേസമയം എക്സ്റ്റേണലിൽ അങ്ങനെയല്ല. എക്സ്റ്റേണൽ ഓഡിറ്റില് ഓഡിറ്റർ ഈസ് അപ്പോയിന്റഡ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ചിലപ്പോൾ ആ ഒരു ഓർഗനൈസേഷന്റെ പാർട്ട്നേഴ്സോ ഷെയർ ഹോൾഡേഴ്സോ അവരായിരിക്കും ഓഡിറ്ററിനെ തീരുമാനിക്കുന്നത്. അതേസമയത്ത് പുറത്തുനിന്നുള്ള ആളുകളായിരിക്കും തീരുമാനിക്കുന്നത്. പക്ഷെ ഇവിടെ ആകുമ്പോൾ ഇന്റേണൽ ഓഡിറ്റ് ആകുമ്പോൾ ആ മാനേജ്മെന്റ് തന്നെയാണ് ഓഡിറ്റർ. ഏത് ഓഡിറ്റർ വേണമെന്നുള്ളത് അവരാണ് തീരുമാനിക്കുന്നത് കേട്ടോ. പിന്നെ യൂസേഴ്സ് റിപ്പോർട്ട്. ഇനി റിപ്പോർട്ട് ആർക്കാണ് സമർപ്പിക്കുന്നത്? ഇനി ഇന്റേണൽ ഓഡിറ്റ് യൂസേഴ്സ് റിപ്പോർട്ട് ടു മാനേജ്മെന്റ്. റിപ്പോർട്ട് ചെയ്യുന്നത് മാനേജ്മെന്റിനോട് റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം എക്സ്റ്റേണൽ ഓഡിറ്റിംഗിൽ അങ്ങനെയല്ല. റിപ്പോർട്ട് ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓർ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിനോടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മനസ്സിലായ? കമ്പനിയുടെ സ്ഥാപകര് ഷെയർ ഹോൾഡേഴ്സിനോട് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു കമ്പനിയുടെ മാനേജ്മെന്റിനോടാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. സിഇഒ പോലെയുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനോട് റിപ്പോർട്ട് ചെയ്യും മാനേജ്മെന്റ്. പക്ഷെ എക്സ്റ്റേണൽ ഓഡിറ്റിംഗിൽ ആരോടായിരിക്കും? ആ കമ്പനി ആരാണോ സ്ഥാപിച്ചത്, സ്ഥാപകരുണ്ടാവുമല്ലോ, അതിൽ പാർട്ട്നേഴ്സ് ഉണ്ടാവുമല്ലോ, ഷെയർ ഹോൾഡേഴ്സ്, അവരുടെ അടുത്തായിരിക്കും അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. ഇനി ഒപ്പീനിയൻ ട്ടോ. ഒപ്പീനിയൻ അഭിപ്രായത്തെ പറ്റിയാണ് പറയുക. ഇവിടെ ഒപ്പീനിയൻ ഉദ്ദേശിക്കുന്ന അസസ്മെന്റ് എന്നുള്ള അർത്ഥമാണ്. നോക്കാം. ഇനി ഇന്റേണൽ ഓഡിറ്റില് ഒപ്പീനിയൻ എങ്ങനെയാണ്? ഒപ്പീനിയൻ ഈസ് പ്രൊവൈഡഡ് ഓൺ ദ ഇഫക്റ്റീവ്നെസ് ഓഫ് ദ ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ലൈൻ ചെയ്യാം കേട്ടോ. ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളിലുള്ള ഇഫക്റ്റീവിനനുസരിച്ചുകൊണ്ടാണ് അവിടെ ഒപ്പീനിയൻ കൊടുക്കുന്നത്. അതായത് ഒരു സജഷൻ, ഒപ്പീനിയൻ അഭിപ്രായമാണെങ്കിൽ സജഷൻ എന്നുള്ള ഒരു അർത്ഥമാണ്. അപ്പൊ ഇന്റേണൽ ഓഡിറ്റിംഗിന് ആ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ സജഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? ഇഫക്റ്റീവ്നെസ് ഓഫ് ദ ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളിലുള്ള ഇഫക്റ്റീവ്നെസ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവര് സജഷൻസ് കൊടുക്കുന്നത്. അതേസമയം ഒരു എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഒപ്പീനിയൻ ഈസ് പ്രൊവൈഡഡ് ഓൺ ദ ട്രൂത്ത്ഫുൾനെസ് ആൻഡ് ഫെയർനെസ് ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ കമ്പനി. ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലുള്ള അതിലുള്ള ആ ഒരു ട്രൂത്ത്ഫുൾനെസ്, അതിന്റെ ജെന്യുവിനിറ്റിക്ക് അനുസരിച്ചുകൊണ്ടാണ് അവര് സജഷൻസ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ സ്കോപ്പ്, പരിധിയെ പറ്റി പറയുകയാണെങ്കിൽ ഇൻ ഇന്റേണൽ ഓഡിറ്റ് ദ സ്കോപ്പ് ഈസ് ഡിസൈഡഡ് ബൈ ദ മാനേജ്മെന്റ് ഓഫ് ദ എന്റിറ്റി. മാനേജ്മെന്റ് ആണ് അതിന്റെ പരിധി നിശ്ചയിക്കുന്നത്. എക്സ്റ്റേണൽ ഓഡിറ്റിലാണെങ്കിൽ ഡിസൈഡഡ് ബൈ ദ സ്റ്റാറ്റ്യൂട്ട്. ഡിസൈഡഡ് ബൈ ദ സ്റ്റാറ്റ്യൂട്ട് എന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള ലോകള്, സ്റ്റാറ്റ്യൂട്ടറി, ദാറ്റ് മീൻസ് ലോകൾക്ക് അല്ലെങ്കിൽ റെഗുലേഷൻസിന് അനുസരിച്ചുകൊണ്ടാണ് ആ പരിധി ഇവിടെ നിശ്ചയിക്കുന്നത്. മനസ്സിലായോ? ഇന്റേണൽ ഓഡിറ്റിൽ പരിധി നിശ്ചയിക്കുന്നത് മാനേജ്മെന്റ്, അവരെയാണ് നിശ്ചയിക്കുന്നത് പരിധി. അതേസമയം എക്സ്റ്റേണൽ ഓഡിറ്റിന് കൃത്യമായിട്ടുള്ള നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതായത് ഇപ്പോ സെൻട്രലിൽ ഉള്ളതോ സ്റ്റേറ്റ് ഉള്ളതോ ആയിട്ടുള്ള ലോസ് ആൻഡ് റെഗുലേഷൻസിനെ അനുസരിച്ചുകൊണ്ടാണ് അവിടെ സ്കോപ്പ് നിശ്ചയിക്കുന്നത്. ഓക്കെ, ഇത്രയും മതി കേട്ടോ. ബാക്കിയുള്ള പോയിന്റുകൾ അടുത്ത ക്ലാസ്സിൽ പറയാം. ഇപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇത്രയും ഭാഗങ്ങള് വായിച്ച് മനസ്സിലാക്കി വെക്കാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.